Hi Kiran, welcome to Curious Kadagal. Kiran is actually product manager at Hopscotch. So ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് മാനേജ്മെന്റും കിരണിന്റെ ജേർണിയാണ്. അപ്പോൾ നമുക്ക് കിരൺ ഹോപ്സ്കോച്ചിൽ ആസ് എ പ്രൊഡക്റ്റ് മാനേജർ എന്താണ് നിന്റെ ഫംഗ്ഷൻ, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആസ് എ ഫംഗ്ഷൻ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ റോൾ ഓഫ് എ പ്രൊഡക്റ്റ് മാനേജർ, അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. Firstly, thanks Advait for inviting me. So, നിന്റെ ചോദ്യം വരുവാണെങ്കിൽ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ദർ ആർ ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഓൺ ദിസ്. പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അല്ല. ബിക്കോസ് ഓരോ കമ്പനിയിലും ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഫങ്ഷൻ ചെയ്യുന്നത് ഡിഫറെന്റ് കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഇപ്പം ഈ റോള് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് പോയിന്റ്സ് ആണ് മേജറിൽ ഇടാറ്. ആർ യു ബിൽഡിംഗ് ദ റൈറ്റ് തിങ് ആൻഡ് ആർ യു ഷിപ്പിംഗ് ഇറ്റ് സക്സസ്ഫുള്ളി? സോ ഈ ആർ യു ബിൽഡിംഗ് ദ റൈറ്റ് തിങ് എന്ന് പറയുന്നതിൽ കുറച്ച് ആസ്പെക്ട്സ് വരും. അതായത് ആർ വി സോൾവിങ് ദ റൈറ്റ് പ്രോബ്ലം? ഈ ഒരു സിമിലർ സെയിം പ്രോബ്ലത്തിന് തന്നെ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദർ ആർ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഫോർ എ പ്രോബ്ലം ഔട്ട് ദർ. അപ്പം ഇതിൽ ഏത് സൊല്യൂഷനാണ് നമ്മുടെ യൂസർക്ക് ആവശ്യം, ആവശ്യകതയായിട്ട് വരുന്നത്, ആൻഡ് അതിന്റെ കൂടെ ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാം. സോ ആ രീതിയിൽ നമ്മൾ സൊല്യൂഷൻസ് ആലോചിക്കും. സോ പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് ടീമൊക്കെ ആയിട്ട് കൈൻഡ് ഓഫ് കൊളാബറേറ്റ് ചെയ്ത് ഈ ബിൽഡ് ചെയ്യുന്നത് റൈറ്റ് ടൈമിലേക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കും. ഇത്രയൊക്കെയാണ് ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് തിങ്ങിൽ വരുന്നത്. കുറെ വേറെ കുറെ ഫംഗ്ഷൻസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഐ വിൽ ഗെറ്റ് ദാറ്റ് ലേറ്റർ. പിന്നെ ഉള്ളത് ഷിപ്പിംഗ് ദ തിങ് സക്സസ്ഫുള്ളി. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മള് മാർക്കറ്റിംഗ് ടീം ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ടീമായിട്ട് വർക്ക് ചെയ്യും. ഇതിപ്പോ ഒരു എന്റർപ്രൈസ് പ്രോഡക്റ്റ് ആണെങ്കിൽ സ്പെസിഫിക്കലി ഒരു സെയിൽസ് ടീം ഉണ്ടായിരിക്കും, അവരുടെ കൂടെ വർക്ക് ചെയ്യും. ആൻഡ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ യൂസേജ് കൈൻഡ് ഓഫ് കൂട്ടാൻ നോക്കും, സെയിൽസ് കൂട്ടാൻ നോക്കും. ഇതിന് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഞാനിപ്പോ പറഞ്ഞ ഫങ്ഷൻസിനെല്ലാം അവരുടെ അതേതായ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സോ അവരായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് റൈറ്റ് പ്രോബ്ലംസ് ആണോ എന്ന് മനസ്സിലാക്കി റൈറ്റ് ഓഡിയൻസിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചു കൊടുത്ത് പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവും. ഇതാണ് ഞാനിപ്പോ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്താന്ന് പറയുമ്പോൾ ഒരു ഡെഫിനേഷൻ ആയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഹോപ്സ്കോച്ചിൽ ഞാൻ ഐ എം ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് മാനേജർ ദർ. ആൻഡ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ്സ് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ്. പിന്നെ യൂഷ്വലി ഞങ്ങളുടെ കേസിൽ ഇപ്പൊ ഹോപ്സ്കോച്ച് പോലത്തെ ഒരു കമ്പനിയിൽ ഒരു വളരെ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പിൽ ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂഷ്വലി സിഇഒയിൽ നിന്ന് ഡെലിഗേറ്റഡ് ആവുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം ഞാനും ഹോപ്സ്കോച്ചിലെ സിഇഒ ലിയാസും ആണ് യൂഷ്വലി ഹൈ ലെവൽ പ്രൊഡക്റ്റ് ഡിസിഷൻസിലൊക്കെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വി ഹാവ് അവർ സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ടീംസ് ദർ. പിന്നെ എഞ്ചിനീയറിംഗ് ടീമിൽ ഞങ്ങളുടെ CTO ആൻഡ്രൂ, അവനായിട്ട് കുറെ കൊളാബറേറ്റ് ചെയ്യും ടു എൻഷുർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ടു ദ മാർക്കറ്റ് ഇൻ ടൈം. അപ്പം ഈ പറഞ്ഞ പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഓൾമോസ്റ്റ് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ തന്നെ ആയിട്ട് മാറും ഒരു സ്റ്റാർട്ടപ്പിന്റെ കേസിൽ. സോ ഹോപ്സ്കോച്ചിൽ ഏതാണ്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗാണ് ഞാൻ പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് മൾട്ടിപ്പിൾ ഹാറ്റ്സ് ഒരു വേറേണ്ട ഒരു സിറ്റുവേഷൻ, എക്സിക്യൂഷനും സ്ട്രാറ്റജി. ഓക്കെ, ഹോപ്സ്കോച്ചിലേക്ക് വരുന്നതിന് മുന്നേ യു ആർ an APM at വാഹൻ. സോ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എനിക്കുള്ളത്. വാഹനിലേക്കുള്ള ജേർണി അത് സെക്കൻഡറി ആയിട്ട് പറഞ്ഞാൽ മതി, ഹൗ യു ക്രാക്ക് ദാറ്റ് ഫസ്റ്റ് റോഡ്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഇപ്പൊ വാഹനിൽ ആക്ച്വലി നിന്നെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാനേജർ ഉണ്ട്, യു ആർ an APM. ബട്ട് ഹിയർ അറ്റ് ഹോപ്സ്കോച്ച് യു ആർ ദ സിംഗിൾ പേഴ്സൺ ഹാൻഡ്ലിംഗ് ദി പ്രൊഡക്റ്റ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്, ആൻഡ് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? How are things going on with Hopscotch right now? സോ ഒരു വാഹൻ ഇറ്റ്സ് എ വൈ കോമ്പിനേറ്റർ ബാക്ക് കമ്പനി. ഞങ്ങൾക്ക് അവിടെ ആക്ച്വലി ബഞ്ച് ഓഫ് ഐ തിങ്ക് 3 to 4 പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ APM ആയിരുന്നു, അസോസിയേറ്റ് പ്രൊഡക്റ്റ് മാനേജർ. ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു സീനിയർ പ്രൊഡക്റ്റ് മാനേജർ ഉണ്ടായിരുന്നു, ആൾക്കും വേണ്ട ഒരു ഡയറക്ടർ ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ സിഇഒ. സോ ഇത്രയാണ് യൂഷ്വലി പ്രൊഡക്റ്റ് സൈഡ് ഓഫ് ഓർഗനൈസേഷൻ വരുന്ന മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാനേജർ, സോ ബേസിക്കലി ഞാൻ പറയുന്ന യുവർ ഫസ്റ്റ് പ്രൊഡക്റ്റ് ജോബ് ഈസ് ബേസിക്കലി സമ്മൺ ടേക്കിംഗ് എ റിസ്ക് ഓൺ യു. അപ്പം എന്റെ മാനേജർ അറ്റ് ദാറ്റ് ടൈം ടുക്ക് എ റിസ്ക് ഓൺ മീ. ഓക്കെ, ഹി ഹാസ് സം പൊട്ടൻഷ്യൽ, ലെറ്റ് സി വെർ ഹി റീച്ചസ്. അപ്പൊ ആളെന്നോട് പറഞ്ഞ എക്സാക്ട് വേർഡ്സ് അതാണ്. സോ തുടങ്ങിയ സമയത്തൊക്കെ കുറെ ലൈക്ക് പ്രൊഡക്റ്റ് എക്സിക്യൂഷൻ സൈഡിൽ, ലൈക്ക് പ്രൊഡക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അഡ്വാൻസ് ചെയ്ത് ബാക്ക്ലോഗുകൾ പ്ലാൻ ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളിൽ തുടങ്ങിയ സമയത്ത് ചില പാടായിരുന്നു. എന്റെ മാനേജർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് ഹൗ ഡു പുട്ട് ദിസ്, ലേൺ ചെയ്ത് ഗ്രോ ചെയ്യാൻ ഒരു സ്പേസ് ആൾ കിട്ടുന്നു. അതുപോലെ ഡയറക്ടർ ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിലും ലൈക്ക് ബൈ ദ എൻഡ്, ഞാൻ വാഹനിന്ന് ഇറങ്ങുന്നതിന് ലൈക്ക് ഒരു 2 months മുമ്പ് ഐ വാസ് ഇൻചാർജ് ഓഫ് ദ എൻറ്റയർ. ഞങ്ങളൊരു ആൻഡ്രോയിഡ് ആപ്പ് ബിൽഡ് ചെയ്തിരുന്നത്. സോ അതിന്റെ എൻറ്റയർ ഓണർഷിപ്പ് എനിക്കുണ്ടായിരുന്നു, ബിക്കോസ് മൈ മാനേജർ വാസ് ഓൺ ലീവ് ദാറ്റ് ടൈം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അവിടെ നിന്ന് എൻറ്റയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ ഉള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഫ്രം യൂസർ റിസർച്ച് ടു എക്സിക്യൂട്ടിങ് ഇറ്റ് വിത്ത് എഞ്ചിനീയറിംഗ് ടു ഡെലിവറിംഗ് ഇറ്റ് ടു ദ മാർക്കറ്റ് ടു ഗ്രോത്ത്, എല്ലാത്തിലും ഒരു കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. അപ്പം ഹോപ്സ്കോച്ചിൽ വന്നതിന് ശേഷം ഈ എക്സ്പീരിയൻസ് കുറെ ട്രാൻസ്ലേറ്റബിൾ ആയിരുന്നു. ഹോപ്സ്കോച്ചിലത്തെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ എം ദി ഓൺലി പ്രൊഡക്റ്റ് മാനേജർ. എക്സിക്യൂഷനും സ്ട്രാറ്റജിയും ഞാൻ തന്നെ ചെയ്യണം. അതേസമയം വാഹനിലായിരുന്ന സമയത്ത് മോസ്റ്റ്ലി എക്സിക്യൂഷൻ ഫ്രണ്ടിലായിരുന്നുള്ളൂ. സ്ട്രാറ്റജി കാര്യങ്ങളിലൊക്കെ എനിക്ക് വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഡിഡ് ഹാവ് എ സെയിൻ ടു ഇറ്റ്, ബട്ട് മോസ്റ്റ്ലി ബാക്കി സീനിയർ ലീഡർഷിപ്പ് പറയുന്നതെന്നാണ് നമ്മൾ നമ്മുടെ വർക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഹോപ്സ്കോച്ചിൽ എത്തിയ സമയത്ത് ലൈക്ക് കോൺസ്റ്റന്റ്ലി മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, പുതിയ പുതിയ എന്തെങ്കിലും ട്രെൻഡുകൾ API മാർക്കറ്റിലുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളും അതിനനുസരിച്ച് ലൈക്ക് സ്ട്രാറ്റജി, ഡിസിഷൻ, ഇതെല്ലാം ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ അതിനനുസരിച്ച് എല്ലാം ലൈക്ക് യുനോ പെട്ടെന്ന് നമ്മുടെ തലയ്ക്കുള്ള സ്ട്രാറ്റജി തന്നെ ഐറ്ററേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ആണ്. ഓക്കെ, യുവർ ജേർണി ടു വാഹൻ, ഇപ്പോൾ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മെജോറിറ്റി ഓഫ് ദി ആൾക്കാരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന റോൾ എന്ന് പറയുന്നത് ഒരു APM റോളാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്രാക്ക്. സോ എങ്ങനെയായിരുന്നു നിന്റെ ഒരു പ്രോസസ്, യുവർ ജേർണി ടു വാഹൻ? എങ്ങനെയാണ് നീ ആ സ്കിൽസ് അക്വയർ ചെയ്തത്? വാട്ട് വാസ് യുവർ ജോബ് ഹണ്ടിങ് ബേസിക്കലി? ഓക്കെ, സോ ജസ്റ്റ് ടു ആഡ് സ്മോൾ പോയിന്റ്, ഇപ്പൊ കുറെ ആൾക്കാർ പ്രൊഡക്റ്റ് അനലിസ്റ്റ് റോളുകളിലേക്ക് കയറിയിട്ട് APM-ലേക്ക് സ്വിച്ച് ചെയ്യുന്നു. സോ നേരത്തെ ഒക്കെ ലൈക്ക് ആൾക്കാർ ഓർക്കുന്നത് APM ആയിട്ട് തന്നെ കയറാൻ പറ്റുള്ളതാണ്. ബട്ട് പ്രൊഡക്റ്റ് അനലിസ്റ്റ് ആയിരിക്കുമ്പോൾ ലൈക്ക് യു ഗെറ്റ് എ ബിറ്റ് മോർ ഭയങ്കര കുറച്ച് ഡാറ്റ സൈഡിൽ നിന്ന് പെർസ്പെക്റ്റീവ്. അങ്ങനെ എന്നിട്ട് APM-ലേക്ക് സ്വിച്ച് ചെയ്യുന്നവരുണ്ട്, QA-ന്ന് APM-ലേക്ക് സ്വിച്ച് ചെയ്യുന്നവരുണ്ട്. സോ ദർ ആർ മൾട്ടിപ്പിൾ പാത്വേസ്. ഐ ലൈക്ക് എനിബഡി ക്യാൻ ഡു പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ്. നമ്മൾ തിങ്ക് ചെയ്യുന്നൊരു മെന്റൽ മോഡലിൽ വരുന്നൊരു വ്യത്യാസമാണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ആൻഡ് ഒരു മെന്റൽ മോഡലല്ല, പല പല രീതിയിൽ നമ്മൾ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് വൺ തിങ് അസൈഡ്. പിന്നെ ടു ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോ എൻ്റെ കരിയർ ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്, സോ ഞാൻ അഗ്രിവേറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇന്റേൺ ചെയ്തിട്ടുണ്ട് ആസ് എ ഡെവലപ്പർ ഇന്റേൺ. അത് കഴിഞ്ഞിട്ട് കോവിഡിന്റെ സമയമൊക്കെ ആയിരുന്നു. സോ കോവിഡിന്റെ ടൈമിൽ ഞാനിങ്ങനെ ഭയങ്കര റിസർച്ച് സൈഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഇങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നൊരു ഫീൽഡൊക്കെ ഇങ്ങനെ പഠിച്ചു പോയി. സോ ആ സമയത്ത് IBM ഭയങ്കര റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫീൽഡ് അത്. അപ്പം പിന്നെ കുറെ ക്വാണ്ടം പ്രോഗ്രാമിംഗ് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ IBM പയ്യനെ നോട്ടീസ് ചെയ്ത് തുടങ്ങി. ആൻഡ് അവരുടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ക്വിസ്കിറ്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ badge of honor issued by IBM to people who are active in the quantum computing community. അപ്പം ആക്ച്വലി ഇന്ത്യ എന്നുള്ള ഫസ്റ്റ് ഐ തിങ്ക് ടു ക്വിസ്കിറ്റ് അഡ്വക്കേറ്റ്സ്. അതിനകത്ത് രണ്ടാമത്തെ ആളായിരുന്നു ഞാൻ. എവരി വൺ എൽസ് വർ ഡൂയിങ് PhD ആൻഡ് മാസ്റ്റേഴ്സ്. ഐ തിങ്ക് ഐ വാസ് ദ യങ്ങസ്റ്റ് അറ്റ് ദാറ്റ് ടൈം. ഫസ്റ്റ് ബാച്ച് തന്നെ കയറി. അപ്പം ഈ സംഭവം കിട്ടിയപ്പം പീപ്പിൾ ലൈക്ക് ഐ ഗോട്ട് ആൻ ആക്സസ് ടു ദ ടീം അറ്റ് IBM Quantum. അപ്പൊ ഞാനിങ്ങനെ കമ്മ്യൂണിറ്റിയിലൊക്കെ കുറെ ആക്റ്റീവ് ആയിരുന്നു.
അപ്പൊ ഒരു ദിവസം ഇവരുടെ ടീമിലുള്ള ഒരാള് എനിക്ക് മെസ്സേജ് അയച്ചു, അവരിങ്ങനെ ഇന്റേണൽ ലുക്ക് ചെയ്യുന്നുണ്ട്, കിരണ് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ, അപ്പൊ യുനോ കയറി. ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്നെ ഹയർ ചെയ്തത് ഒരു പ്രൊഡക്റ്റ് മാനേജറാണ്. സോ എന്റെ അവിടുത്തെ റോൾ ആക്ച്വലി റിസർച്ച് പ്ലസ് ഗ്രോത്ത് ആണ്. ഞാൻ ഈ സമയത്ത് ഞാൻ പ്രൊഡക്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് കുറെ പഠിക്കുകയും അതുപോലെ IBMന്റെ ഒരു ഡിസൈൻ തിങ്കിങ് കോഴ്സ് ഉണ്ട്, ഇതൊക്കെ ചെയ്ത് കുറെ എന്താണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, എന്തിനാണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത്. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് പറഞ്ഞു എനിക്കിങ്ങനെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് കരിയർ ആണ് താല്പര്യം. സോ എന്നെ ഇന്റർവ്യൂ ചെയ്ത ആള് അനാമിത എന്നാണ് ആളുടെ പേര്. ഷീസ് വൺ ഓഫ് മൈ മെന്റേഴ്സ് റൈറ്റ് നൗ. ഞാൻ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് പഠിച്ചു തുടങ്ങിയ സമയത്തും ലൈക്ക് എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയ സമയത്തും ഷീ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ഐ റീച്ച്ഡ് ഔട്ട് ടു. സോ ഷീ ന്യൂ ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ആൻഡ് ഐ വാസ് സീരിയസ് അബൌട്ട് ഇറ്റ്. സോ ഞാൻ ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞിട്ട് ആളിന്റെ റോൾ ഒന്ന് ട്വീക്ക് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ് റോളിലേക്ക് മാറ്റി. ആൻഡ് അവിടെ IBMല് ഐ ഡിഡ് എ ബഞ്ച് ഓഫ് ഗ്രോത്ത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് തിങ്സ്. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, Quiskit.org എന്ന് പറഞ്ഞു, ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം. അതിൽ കുറച്ച് ഗ്രോത്ത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ Quiskit കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ കുറെ ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ലെഡ് ഗ്രോത്ത് അപ്രോച്ച്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഫണ്ടമെന്റൽ എന്താണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ സൈഡായിട്ട് കുറെ ഞാൻ തന്നെ ഒരു സൈഡ് പ്രൊജക്ട് തുടങ്ങി, കുറച്ച് യൂസേഴ്സിനെ അക്വയർ ചെയ്ത് ലൈക്ക് ഐ റോട്ട് എ ബ്ലോഗ് അബൌട്ട് ഇറ്റ്. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റോറി when I was approaching companies. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ലൈക്ക് ഹയറിങ് യുവർ സെൽഫ് ഫോർ ദ ജോബ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്, അങ്ങനെ കുറെ വർക്ക് ചെയ്തായിരുന്നു. അപ്പം ഐ ഹാഡ് എ സ്റ്റോറി ഓൺ വൈ ഐ വാണ്ടഡ് ടു ബ്രേക്ക് ഇൻ ടു പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, ആൻഡ് ദാറ്റ് ആക്ച്വലി ഹെൽപ് മീ ലാൻഡ് എ ലോട്ട് ഓഫ് ഇന്റർവ്യൂസ് ആൻഡ് അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ഹാവിങ് കോൺവെർസേഷൻസ് വിത്ത് ഹയറിംഗ് മാനേജേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ്. പിന്നെയുള്ള ചാലഞ്ച് ഇന്റർവ്യൂ ആയിരുന്നു. So I feel product manage. There's no solid structure to product management interviews. It's like really complicated. ഇന്റർവ്യൂ പാർട്ടിലാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. ഗൂഗിളിന്റെ ഇന്റർവ്യൂ 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്യും, 3 പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്. ബിക്കോസ് ലൈക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാൻ ആ സമയത്തൊന്നും പറ്റിയിരുന്നില്ല. അപ്പം ബട്ട് സ്ലോലി ഞാൻ IBMന്ന് എനിക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നായിരുന്നു. ബിക്കോസ് അവർ ഫുൾ ടൈം ആയിട്ട് ഒരു APM റോളിനെ ഹയർ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് US വിസ അറ്റ് ദാറ്റ് ടൈം. US മാത്രമാണ് അവർക്ക് APM പ്രോഗ്രാം ഉണ്ടാകുന്നത്. സോ എനിക്ക് IBMന്ന് ഇറങ്ങേണ്ട വന്നു. They were kind, like really kind enough. They were like, my manager was like, Kiran, you go and find a job, then come back to me. I'll let you go then. അപ്പൊ ആ വൈബ് ആയിരുന്നു. സോ വാഹനിൽ കിട്ടിയ സമയത്ത് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇറങ്ങുവാണ്. സോ വിത്തിൻ 1 week ഞാൻ വാഹനിൽ APM ആയിട്ട് ജോയിൻ ചെയ്തു. സോ ദാറ്റ്സ് ദ ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് കൺസിഡറബിളി ഡെവലപ്പേഴ്സിനെയും ഡിസൈനേഴ്സിനെയും സംബന്ധിച്ച് പ്രൂഫ് ഓഫ് വർക്ക് കുറച്ചുകൂടെ ഈസിയർ ആണ് കാണിക്കാനായിട്ട്. ഡെവലപ്പേഴ്സ് ആണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ GitHub പ്രൊഫൈൽ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ഡിസൈനേഴ്സ് ആണെങ്കിൽ പോർട്ട്ഫോളിയോ ഇസ് എ ക്വസ്റ്റ്യൻ. ഡിസൈനേഴ്സിന്റെ ഇടയിൽ തന്നെ പല തർക്കങ്ങളുണ്ട്, പോർട്ട്ഫോളിയോ വേണോ വേണ്ടത്. ബട്ട് യാ, പ്രൂഫ് ഓഫ് വർക്ക്. സോ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നീ പറഞ്ഞു നിന്റെ ബ്ലോഗാണ് നീ പ്രൂഫ് ഓഫ് വർക്ക് ആയിട്ട് കൊടുത്തത് എന്നുള്ളത്. സോ ഇഫ് സംബഡി ഈസ് ആസ്പയറിംഗ് ഇൻ ദാറ്റ് റോൾ, ആക്ച്വലി അവർക്ക് ഒരു പ്രൂഫ് ഓഫ് വർക്ക് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും എടുക്കാൻ പറ്റുക? സംബഡി ഈസ് ഇൻ കോളേജ്, എന്തായിരിക്കും എടുക്കാൻ പറ്റുക? കോളേജിൽ തന്നെ ആവണമെന്നില്ല, സംബഡി ഹു ലുക്സ് ഇൻ ടു ബീയിങ് എ PM. സോ ദാറ്റ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ജോബ് മാർക്കറ്റ് ഫോർ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഈസ് ഹൈലി കോമ്പറ്റേറ്റീവ്. സോ ഇവിടെയുള്ള രണ്ട് പാർട്സ് എന്താണെന്ന് വെച്ചാൽ, ഹൗ ഡു യു ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ബൈ ദ ഹയറിംഗ് മാനേജർ, പിന്നെ ഉള്ളത് ഹൗ ഡു യു ക്രാക്ക് ദ ഇന്റർവ്യൂ. നൗ ഈ പ്രൂഫ് ഓഫ് വർക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ പോലത്തെ സാധനങ്ങൾ, ഇതെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വരെയാണ് സഹായിക്കുള്ളൂ. ഇപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഐ തിങ്ക് ദിസ് ഇസ് ആപ്ലിക്കബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ആസ്പയറിംഗ് ടു ബി പ്രൊഡക്റ്റ് മാനേജേഴ്സ്. ഒന്ന്, റൈറ്റ് അലോട്ട്. ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആയിട്ട് ലൈക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ യു ഓബിയസ്ലി നീഡ് ടു റൈറ്റ് അലോട്ട്. സോ അത് ഇപ്പോഴേ തന്നെ തുടങ്ങാം. ലൈക്ക് റിവ്യൂ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്. എന്തുകൊണ്ടായിരിക്കാം ഒരു കമ്പനി ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഡിസിഷൻ എടുക്കുന്നത്? ഐ തിങ്ക് ഇപ്പം സ്പോട്ടിഫൈ അവരുടെ ഐ തിങ്ക് ഷഫിളും, അതുപോലെ ഐ തിങ്ക് ഫ്രീ പ്ലാനിൽ ഇപ്പോൾ ഷഫിൾ മാത്രമേ ഉള്ളൂ.
ആൻഡ് ദാറ്റ് പിസ്ഡ് ഓഫ് എ ലോട്ട് ഓഫ് യൂസേഴ്സ്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഡിസിഷൻസ് എടുത്തത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുക. ആൻഡ് റൈറ്റ് അബൌട്ട് ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ സോ ദാറ്റ് എനിവൺ ലുക്കിംഗ് അപ്പ് ഓൺ യുവർ പ്രൊഫൈൽ ക്യാൻ സി. പേഴ്സണലായിട്ട് ബ്ലോഗ് തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് തുടങ്ങാം. ബിക്കോസ് എല്ലാവരും ലൈക്ക് യൂഷ്വലി ബ്ലോഗ് തുടങ്ങിയിടും, പക്ഷേ കണ്ടന്റ് എഴുതില്ല. സോ ദാറ്റ് കുഡ് ബി എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ഉള്ളത് മേ ബി പ്രൊഡക്റ്റ് ബ്രേക്ക് ഡൗൺസ് ചെയ്യുക. ലൈക്ക് പിക്ക് എ പ്രോഡക്റ്റ്, അവരെങ്ങനെയായിരിക്കും തുടങ്ങിയ സമയത്ത് അവരുടെ MVP എന്താണെന്നായിരിക്കും, അവർ എന്ത് ലൈക്ക് യൂഷ്വൽ പ്രോഡക്ട്സ് എല്ലാം ദ സോൾവ് വൺ പ്രോബ്ലം ഫസ്റ്റ് ദെൻ ദ എക്സ്പാൻഡ്. ഇപ്പൊ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഹാർവേഡിൽ ഉള്ള ലൈക്ക് ആ ഒരു കുഞ്ഞി മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് ഒരു കുഞ്ഞി പ്രോബ്ലം സോൾവ് ചെയ്തു. എന്നിട്ടാണ് അവർ പിന്നീട് പുതിയ പുതിയ വെർട്ടിക്കൽസിലേക്കൊക്കെ ഇറങ്ങിയത്. ലൈക്ക് ഓക്കെ, മേ ബി ഇപ്പോഴത്തെ ഉള്ള ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അവർ തുടങ്ങിയ സമയത്ത് എന്താണെന്നായിരിക്കാം ചെയ്തത്, എങ്ങനെയായിരിക്കാം മാർക്കറ്റ് അപ്രോച്ച്, ലൈക്ക് ബ്രേക്ക് ഇറ്റ് ഡൗൺ ആൻഡ് മേക്ക് എ ഡെക്ക് ഓർ സംതിങ്. സോ ഈ ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ സമയത്ത് ലൈക്ക് ലാർജ് കമ്പനീസിൽ ദേ ഹാവ് ദർ ആൽഗോരിതംസ് ആൻഡ് തിങ്സ്. സ്റ്റാർട്ടപ്സിൽ ദർ പീപ്പിൾ മൈറ്റ് ആക്ച്വലി റീഡ്. ഒരു അത്യാവശ്യം നല്ല റെസ്യൂമേ ഉണ്ടെങ്കിൽ ദേ മൈറ്റ് ആക്ച്വലി ഗോ ത്രൂ യുവർ വർക്ക്. അപ്പൊ ഇങ്ങനത്തെ സപ്പോർട്ടിങ് വർക്ക് കുഡ് ബി റിയലി ഹെൽപ്ഫുൾ. പിന്നെ ഉള്ളത് മേക്ക് എ നെറ്റ്വർക്ക് ഓഫ് PM ആസ്പയറിംഗ് PMs ആയിട്ടുള്ളവരാണ്. മേക്ക് കണക്ഷൻസ് വിത്ത് ആസ്പയറിംഗ് PMs. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ആക്ച്വലി കുറെ ഹയറിംഗ് അസൈൻമെന്റ്സ് ഒക്കെ കുറെ മാറിയിട്ടുണ്ട്. ലൈക്ക് സ്റ്റുഡൻസിന്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഓക്കെ, ഹയറിംഗ് അസൈൻമെന്റ്സ് ഒക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയി തുടങ്ങിയല്ലോ. അപ്പം റീച്ച് ഔട്ട് ചെയ്ത് ഇപ്പോഴത്തെ ഹയറിംഗ് പാറ്റേൺ എന്താണെന്നൊക്കെ അവർക്കറിയാം. ഞാൻ കുറെ ആയി നോക്കിയിട്ട് അവരായിട്ട് സംസാരിക്കുക. റീച്ച് ഔട്ട് പ്രോഡക്റ്റ് മാനേജേഴ്സ് ഔട്ട് ദർ. മേ ബി അവർ വഴിയായിരിക്കും ചിലപ്പോൾ റെഫറൻസും എല്ലാം കിട്ടുന്നത്. ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്സ് വിത്ത് പീപ്പിൾ. പിന്നെ അറ്റൻഡ് മീറ്റപ്സ്. ഇപ്പം പ്രൊഡക്റ്റ് ഫോക്സ് പോലത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കേരള പ്രൊഡക്റ്റ് 100 ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിലൊക്കെ പോയാൽ യു ഫൈൻഡ് പീപ്പിൾ, യു ഗെറ്റ് എ റെഫറൽ, അല്ലെങ്കിൽ യു ഗെറ്റ് എൻ ഇൻട്രൊഡക്ഷൻ ടു പീപ്പിൾ ഹു മൈറ്റ് ബി ഹയറിംഗ്. അപ്പൊ ഇങ്ങനെ ട്രൈ ടു മാക്സിമൈസ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദർ rather than just applying and leaving it out. അപ്പം that is one thing to getting shortlisted. പിന്നെ ഉള്ളത് cracking the interview. അതിന് like see, one thing that I learned is that how well can you tell a story and how well can you present structured information. Because നമ്മൾ ആസ് എ പ്രൊഡക്റ്റ് മാനേജർ ഇഷ്ടം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബാക്ക് ആൻഡ് ഫോർത്ത് ഇഷ്ടം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിൽ സ്ട്രഗിൾ ഓൺ ദ ജോബ്. സോ ഇന്റർവ്യൂസിന് ഇവർ കുറെ ബ്രെയിൻ ടീസർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ലൈക്ക് ഗൂഗിളിന്റെ ഒരു പഴയ പ്ലേ ബുക്ക് ഉണ്ട്, അതാണ് കുറെ കമ്പനീസ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കുറെ കമ്പനീസ് അതിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്ട്രക്ചറൈസിങ് യുവർ തോട്ട്, അതിന് ലൈക്ക് അറ്റൻഡ് മോക്ക് ഇന്റർവ്യൂസ്, മേ ബി ഒരു ഫ്രണ്ടിനോട് ഇന്റർവ്യൂ എടുത്ത് തരാൻ പറയുക, ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം വൺസ് യു ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ്, പിന്നെ ആ ഒരു സെക്കൻഡ് പാർട്ടാണ് ക്രാക്ക് ചെയ്യുന്നത്. I think I answered that. So, any follow-up questions? Did I miss anything? ഇല്ല, മോസ്റ്റ്ലി നീ പറഞ്ഞ സാധനങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു കുറെ റിലേറ്റബിൾ ആണ്. ബിൽഡിംഗ് എ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, കംപ്ലീറ്റ്ലി എല്ലാ കാര്യത്തിലും പ്രൊഫഷണൽ കരിയറിലും ആൾക്കാർക്ക് ആ ഒരു നെറ്റ്വർക്ക് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഈ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ എടുത്ത് ചോദിക്കാനുണ്ടായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെവലപ്പേഴ്സിനും ഡിസൈനേഴ്സിനും ആണെങ്കിൽ നമുക്കിത് കാണിക്കാൻ പറ്റും, ഈസിയർ ആണ്, സോളിഡ് ആണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് പ്രൊഫഷണൽസ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ് കമ്പാരിറ്റീവ്ലി ഒരു ബിസിനസ് പ്രൊഫഷനാണ്. അപ്പൊ അവിടെ വരുന്ന സമയത്ത് പ്രൂഫ് ഓഫ് വർക്ക് വളരെ പാടാണ് ആൾക്കാർക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സാധനം ചോദിച്ചത്. നീ പറഞ്ഞതുപോലെ ഞാൻ കോമൺലി കണ്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ എഴുതുന്നത് പീപ്പിൾ ഇൻ ദ പ്രൊഡക്റ്റ് സ്പേസ് റൈറ്റ് എ ലോട്ട് ആക്ച്വലി. സോ ജോബിൽ തന്നെ കുറെ എഴുതേണ്ട വരും. ലൈക്ക് യുൽ ബി റൈറ്റിംഗ് PRDs like every day if you are joining a big company. So PRDs ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് PRD എന്ന് പറയുന്ന വാക്ക് ന്യൂ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ ഹൗ ക്യാൻ യു എക്സ്പ്ലെയിൻ PRD ടു ദം? ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്. സോ ഇറ്റ്സ് ഒരു എവർ ഇവോൾവിംഗ് ഡോക്യുമെന്റ് ആണ്. സോ PRDകൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്റ്റാർട്ടപ്പ്, ഒരു വളരെ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നാം അത്രയും കോംപ്ലിക്കേറ്റഡിലേക്ക് പോകണ്ട. പക്ഷെ ഒരു വലിയ ഒരു മിഡ് സൈസ്ഡ് കമ്പനിയൊക്കെ വരുമ്പോൾ നമുക്ക് കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം ഒരേ സമയത്ത് അലൈൻ ചെയ്യേണ്ടത്.
ഞാനൊരു പുതിയ ഫീച്ചർ ഇറക്കുവാണെങ്കിൽ അത് യൂസർ അക്വിസിഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂവിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, എഞ്ചിനീയറിംഗ് ടീമിന് എന്താ ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞത്. സോ ഇതെല്ലാം നമ്മൾ കളക്റ്റീവ്ലി ലൈക്ക് ഒരു സോഴ്സ് ഓഫ് ട്രൂത്ത് പോലെ എടുക്കും. അപ്പം അതിൽ ലൈക്ക് എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ലൈക്ക് ഹൗ ഡു വി സോൾവ് ഇറ്റ്. അത് കുറച്ചിങ്ങനെ നമ്മൾ എഞ്ചിനീയറിംഗ് മാനേജറായിട്ട് ഒരുമിച്ചിരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഇഷ് പ്രൊഡക്റ്റ് ഇഷ് റിക്വയർമെന്റ് ആയിട്ട് എഴുതും. പ്യൂർലി പ്രൊഡക്റ്റ് റിക്വയർമെന്റ്സ് ആയിട്ട് എഴുതുന്നവരുണ്ട്, പക്ക യൂസർ സ്റ്റോറീസ് ആയിട്ട് എഴുതുന്നവരുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജർ ആയിരിക്കും എഞ്ചിനീയറിംഗ് റിക്വയർമെന്റ്സ് എഴുതുന്നത്. ദാറ്റ് ഡിപ്പെൻസ് ഓൺ കമ്പനി ടു കമ്പനി. ഇതിനും ഒരു സോളിഡ് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ലൈക്ക് ഈ ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ സെയിൽസിനെ അല്ലെങ്കിൽ റവന്യൂവിനെ എങ്ങനെ എഫക്ട് ചെയ്യും, നമ്മുടെ ഗ്രോത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്സ്. ഇതെല്ലാം നമ്മളൊരു സോഴ്സ് ഓഫ് ട്രൂത്ത് പോലെ എഴുതി വെക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അലൈൻ ചെയ്യുന്നത്. ഇതാണ് ഈ ഫീച്ചർ കൊണ്ടുള്ള എക്സ്പെക്ടേഷൻസ്. നമ്മൾ ഈ മീംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, സെയിൽസ് ഓവർ പ്രോമിസ് ചെയ്തു നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഈ ഒരു ഫണ്ടമെന്റൽ PRDയിൽ കവർ ആവുന്ന കുറെ കാര്യങ്ങളാണ്. എല്ലാവരും അലൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇത് വൈ ആർ വി ബിൽഡിംഗ് ദിസ്, ഹൗ ആർ വി ബിൽഡിംഗ് ദിസ്, ആൻഡ് ദിസ് ഇസ് ഹൗ വി ആർ ഗോയിങ് ടു മെഷർ ദ സക്സസ്. ഈ എക്സാക്ട്ലി സ്ട്രക്ചർ ആവണമെന്നല്ല, ബട്ട് ദാറ്റ്സ് ദ ജിസ്റ്റ്. ഓരോ കമ്പനിയിലും ഓരോ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, റീസെന്റ് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആമസോണിന്റെ PRFAQ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് വായിച്ചത്. ഇറ്റ് ഇസ് വെരി സിമിലർ ടു PRD. അതിനകത്ത് ആക്ച്വലി ജെഫ് ബെസോസ് ആണ് ആ ഫ്രെയിം വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെരി സിമിലർ ടു PRD ആണ്, പക്ഷെ ആമസോണിന്റെ എല്ലാ 0 to 1 പ്രൊഡക്റ്റ് ഡിസിഷൻസും എടുക്കുന്നത് ആഫ്റ്റർ പബ്ലിഷിംഗ് PRFAQ ആണ്. PRFAQയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അലൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അവര് ഡിസിഷൻ കണ്ടിന്യൂ ചെയ്യില്ല. സോ ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. കേൾക്കുന്ന ആരെങ്കിലും ആമസോണിന്റെ ഒരു ബുക്ക് ഉണ്ട്, വർക്കിംഗ് ബാക്ക്വേർഡ്സ്. അതിനകത്ത് ഓർഗനൈസേഷൻസ്, ആമസോണിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ കുറെ ജേർണി, അതുപോലെ അവരുടെ കുറെ പ്രോസസ്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ആക്ച്വലി എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. ഹോപ്സ്കോച്ചിൽ വന്നതിന് ശേഷം ഹോപ്സ്കോച്ചിൽ ഫണ്ടമെന്റലി കുറെ പ്രൊഡക്റ്റ് പ്രോസസ് ഒക്കെ ബിൽഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തത് വർക്കിംഗ് ബാക്ക്വേർഡ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അതിൽ ടീംസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് ഫുള്ളി കവേർഡ്. ആൾക്കാർക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നീ കുറച്ച് മുന്നേ മീമിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ആൻഡ് മീം മാർക്കറ്റിംഗ് ഇസ് സംതിങ് യു ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ. അതിലൊന്ന് ടച്ചപ്പ് ചെയ്യാമോ? മീം മാർക്കറ്റിംഗ്, റൈറ്റ്? സോ അപ്പം സോ എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൂടുതലും മീംസ് ആണ്. അതിനകത്ത് ഹോപ്സ്കോച്ചിനെ മാർക്കറ്റ് ചെയ്യുന്ന കുറെ മീംസ് ഉണ്ടാവും, ആൻഡ് ദോസ് ആർ ഡൂയിങ് പ്രിറ്റി വെൽ. പിന്നെ യൂഷ്വലി എന്റെ മീം കണ്ടന്റ് ആണ് ലൈക്ക് ലോങ് ഫോം കണ്ടന്റിലും കൂടുതൽ വർക്ക് ലൈക്ക് ആൾക്കാർ റെസണേറ്റ് ആവുന്നത്. സോ ജെയ്സൺ ലെവിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, പ്രൊഡക്റ്റ് ഹണ്ടിന്റെ ഹെഡ് ഓഫ്. സോ ഇത് ഒരു സൈഡ് സ്റ്റോറിയാണ്. സോ ജെയ്സൺ എയർ ചാറ്റിന് ഇൻവൈറ്റ്സ് കൊടുക്കുമായിരുന്നു. അപ്പം ജെയ്സൺ വാസ് ലൈക്ക്, ഓക്കെ, ഐ ഓൺലി ഗീവ് ഇറ്റ് ടു ലിമിറ്റഡ് പീപ്പിൾ. ഞാനൊരു മീം ഇറക്കി ഇപ്പൊ ജെയ്സണും കുറെ മീം മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ജെയ്സൺ ആ മീം ഭയങ്കര ഇഷ്ടമായി. ജെയ്സൺ അപ്പൊ തന്നെ ഫോളോ ചെയ്തു, ഒരു ഇൻവൈറ്റും തന്നു. ആൻഡ് ഹി വാസ് ലൈക്ക്, ബ്രോ വി സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്. ആ വൈബ് പറഞ്ഞു. ബട്ട് ഫണ്ടമെന്റലി മീം മാർക്കറ്റിംഗിന്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, ലൈക്ക് പീപ്പിൾ ടെൻ ടു റിമെമ്പർ ഹ്യൂമർ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവന്റ്സ് ദാറ്റ് മേക്ക് ദം ലാഫ്. ഞാൻ അന്നത് കണ്ട് ചിരിച്ചാർന്നല്ലോ, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഇതിലേക്ക് ടാപ്പ് ഇൻ ചെയ്യുക എന്നതാണ് സൈക്കോളജിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് ആക്ച്വലി കുറെ there are agencies who even do meme marketing ഇതിനു വേണ്ടി തന്നെ. അതുപോലെ വൈറൽ മാർക്കറ്റിംഗ്, വീഡിയോ വെച്ചിട്ട് കണ്ടന്റ് ഇറക്കുന്ന കുറെ ഏജൻസീസ് ഒക്കെയാണ്. സോ meme marketing is pretty simple, like how do you make people remember your product by tapping into humor. And there are, Jason is one person that I follow a lot, and I look up to him a lot in generally marketing plus growth കാര്യങ്ങളിൽ. ഇപ്പോൾ PM എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നീ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. മേ ബി ദ ഫസ്റ്റ് ടൈം യു ഹേർഡ് അബൌട്ട് ഇറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം യു കെയിം ടു നോ അബൌട്ട് ഇറ്റ്, അതെപ്പോഴായിരുന്നു? വാട്ട് ക്യൂരിയോസിറ്റി ഡിഡ് സ്ട്രൈക്ക് യു? സോ ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം കോഡ് ചെയ്യും, അത്യാവശ്യം
ഡിസൈൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്നെ തന്നെ ആക്ച്വലി എൻ്റെ യൂഷ്വൽ പോർട്ട്ഫോളിയോയിൽ വെച്ചുകൊണ്ടിരുന്നത് ഡെവലപ്പർ പ്ലസ് ഡിസൈനർ ആ ഒരു ഇതിലാണ്. അപ്പൊ ഈ സമയത്ത് ഒരു IBM ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു കോഴ്സ്. കോവിഡിന്റെ ടൈമിലാണ്, കോവിഡ് 2020. അപ്പൊ ഇങ്ങനെ ഈ കോഴ്സ് ചെയ്ത് നോക്കി. കോഴ്സ് ചെയ്തപ്പോ ഓക്കെ കൊള്ളാലോ, UX കുറെ കാര്യങ്ങളുണ്ട്, കുറെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്നൊരു കാര്യം പറഞ്ഞു. അങ്ങനെ കണ്ടപ്പോ ഓക്കെ ഐ ഗോട്ട് ക്യൂരിയസ്, എന്താണിത്? ഓക്കെ, യു നീഡ് ടു കൊളാബറേറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരു ബിഗർ പിക്ചർ വ്യൂ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ പിന്നെ ജനറലൈസ്ഡ് റോൾ എന്നുള്ള കാര്യം കണ്ടു. ഞാൻ ആക്ച്വലി ഇപ്പം എന്റെ കരിയർ ആക്ച്വലി ഓറിയന്റ് ചെയ്യുന്നത് ഒരു ജനറലൈസ്ഡ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ജനറൽ സെറ്റ് ഓഫ് സ്കിൽ സെറ്റ്സ് ആയിരിക്കും ബ്രെഡ്ത്തിൽ, പക്ഷെ ചില കാര്യങ്ങളിൽ മാത്രം ഡെപ്തിലേക്ക് പോകും. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് വെഞ്ചർ ക്യാപിറ്റലിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ലൈക് സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു സ്പേസിൽ. പിന്നെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഗ്രോത്തിൽ കുറെ ഡെപ്ത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് യാ, ബട്ട് ബാക്ക് ടു ദ ടോപ്പിക്. ഇങ്ങനെ ജനറലൈസേഷനെ പറ്റി ഇങ്ങനെ കണ്ടപ്പം I was like, okay, maybe I don't have to do one thing for the rest of my life. I could do multiple things, like jack of all trades approach ൽ കുറെ കാര്യങ്ങൾ ചെയ്യാം. And this could help me use all of my skill sets rather than being limited to just one thing. അപ്പൊ അങ്ങനെ ഒരു തോട്ടിൽ നിന്ന് ഇങ്ങനെ പഠിച്ച് വായിച്ചും കുറെ ആയിട്ട് വന്നതാണ് ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റിലേക്ക്. ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ ലീൻ സ്റ്റാർട്ടപ്പിൽ നിന്നുള്ള ബുക്കാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയത്. ഞാൻ അതിനു മുമ്പ് ബുക്കുകളൊന്നും വായിക്കില്ലായിരുന്നു. ഐ തിങ്ക് ലീൻ സ്റ്റാർട്ടപ്പ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ഐ റെഡ്. അപ്പൊ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ ദ റോൾ ഓഫ് എ പ്രൊഡക്റ്റ് മാനേജർ, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ആബ്സ്ട്രാക്ഷൻ ഓഫ് എ ഫൗണ്ടർ, ബട്ട് യു ആർ നോട്ട് ദ CEO ഓഫ് ദ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ടോട്ടലി ബുൾഷിറ്റ്. യു ഡോണ്ട് ഹാവ് എനി അതോറിറ്റി. അത് വേറെ കാര്യം. ബട്ട് ആ ഒരു ആബ്സ്ട്രാക്റ്റഡ് റോൾ ഓഫ് എ ഫൗണ്ടർ മൈനസ് ദ ഹെഡ് ഏക്സ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ബട്ട് ഹെഡ് ഏക്സ് ഉണ്ട് കേട്ടോ, ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, സോ ഈ ജനറലൈസ്ഡ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച് നീയും പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ രണ്ടാൾക്കാരിലാണ് മെയിൻലി അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒന്ന് ഷിബിന്റെ കേസിൽ. ഷിബിൻ ഇസ് എ ഫ്യൂച്ചർ ഗസ്റ്റ്, സം ടൈം ഐ വാണ്ട് ടു ബ്രിങ് ഹിം ഓൺ ദി പോഡ്കാസ്റ്റ്. ആൻഡ് നിന്റെ കേസിലും FS ബ്ലോഗിൽ ആക്ച്വലി ഒരു അമേസിംഗ് ആർട്ടിക്കിൾ ഉണ്ട് അബൌട്ട് ജനറലൈസ്ഡ് സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ ഈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാവരും ഒരു നെഗറ്റീവ് സെൻസിൽ പറയുന്ന സമയത്ത്, അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. ഡെവലപ്മെന്റ് ചെയ്യും, ഡിസൈൻ ചെയ്യും, അല്ലാതെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ചെയ്യും. സോ ഇൻ ടു മൾട്ടിപ്പിൾ തിങ്സ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ജനറലൈസ്ഡ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര റെസണേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്കൊരു കോൺഫിഡൻസ് വന്നതും ആ ഒരു ബ്ലോഗാണ്. ഓക്കെ, ഇങ്ങനെയും എക്സിസ്റ്റ് ചെയ്യുന്ന ഹ്യൂമൻസ് ഉണ്ട് ഔട്ട് ദർ ഇൻ ദി കരിയർ എന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ഇസ് സംതിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ ചെക്ക് ഔട്ട്. നീ കോളേജിന്റെ കേസ് പറഞ്ഞു ഡ്യൂറിങ് യുവർ സെക്കൻഡ് ഇയർ. ആൻഡ് ഹൗ മച്ച് ഹാസ് മെയ്സ് ആസ് എ കോളേജ് ഹെൽപ്ഡ് യു? ലൈക്ക് നിന്റെ ക്യാമ്പസിൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൾച്ചർ, മെയ്സിൽ കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ക്യാമ്പസാണ്. ഹൗ മച്ച് റോൾ ഹാസ് ഇറ്റ് പ്ലേഡ് ഇൻ മേക്കിംഗ് യു എക്സ്പ്ലോർ ദാറ്റ് ജേർണി ഇൻ ടെക്? സോ മെയ്സിന്ന് കിട്ടിയ എനിക്ക് എൻ്റെ കോളേജിൽ സീനിയേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ എന്നെ ലൈക്ക് ദേ അഡോപ്റ്റഡ് മീ ലിറ്ററലി. എൻ്റെ ഒരു കപ്പിൾ ഓഫ് സീനിയേഴ്സ് ഉണ്ട്. മാത്യു വർഗീസ് എന്ന് പറയുന്ന ഒരു സീനിയർ ഉണ്ട്. ആളിപ്പോ ആക്ടിവിഷനിൽ വർക്ക് ചെയ്യുകയാണ്. CSGO ടീമിൽ പുള്ളി ML ടീമിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ പിന്നെ വേറെ കുറെ സീനിയേഴ്സ് ഉണ്ട്. ഇവരെല്ലാരും എന്നെ ഫസ്റ്റ് ഇയർ മുതൽ അഡോപ്റ്റ് ചെയ്ത് ലൈക്ക് ഇങ്ങനെ ലൈക്ക് ഓക്കെ ലൈക്ക് ഇൻഹെറന്റ്ലി ഞാൻ കുറെ ക്യൂരിയസ് ആണ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ. എനിക്കിങ്ങനെ ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്യണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറെ യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഓക്കെ ഇതെന്താ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ ഞാൻ 12th ഐ തിങ്ക് 8th വെച്ച് ഞാൻ ഇങ്ങനെ എന്റെ ടീച്ചറിനോടൊക്കെ കുറെ ഡൗട്ട് ചോദിക്കുമായിരുന്നു. അപ്പൊ ടീച്ചർമാരെയൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇതെന്താ ഇങ്ങനെ കുറെ ഡൗട്ട് ചോദിക്കണോ, ഓവർ സ്മാർട്ട് ആവുകയാണോ. അപ്പൊ അങ്ങനെ ആ ഒരു ട്രോമ അവിടെ കിടക്കണ്ട. കോളേജിൽ ചെന്നപ്പോ ഇങ്ങനെ കുറെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ കുറെ ഡൗട്ട് ചോദിക്കണ കണ്ടപ്പോ ഇവരിങ്ങനെ വേറെ ഒന്നും രീതി കണ്ടില്ല. ദേവർ ലൈക്ക് ഓക്കെ ചെക്കൻ കൊള്ളാലോ. അന്ന് പിന്നെ കുറെ ഇവന്റിനൊക്കെ എന്നെ പിടിച്ചോണ്ട് പോകുമായിരുന്നു. അവിടെ തുടങ്ങിയതാണ് ഇവര് ലൈക്ക് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ലൈക്ക് ദേ വാക്ക് എ പാത്ത് ബിഫോർ മീ. അപ്പൊ ഇവരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അറ്റ്ലീസ്റ്റ് ടിൽ എ പോയിന്റ് വേർ ഐ ന്യൂ വാട്ട് ഐ വാണ്ടഡ് ടു ഡു. അപ്പൊ ആ പോയിന്റ് വരെ ഇവരുടെ ഫുഡ് സ്റ്റെപ്പാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്.
അപ്പൊ എനിക്ക് മേസിന്ന് കിട്ടിയ ഏറ്റവും ആം, വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ അവിടെ കണ്ടുമുട്ടിയ ആൾക്കാര്. ദാറ്റ് ഇൻക്ലൂഡ്സ് മൈ പ്രൊഫസേഴ്സ്. എനിക്ക് കോളേജിൽ ലൈക്ക് കയ്യിലെണ്ണാൻ പറ്റുന്ന കുറച്ച് പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. ദേ ന്യൂ വാട്ട് കിരൺ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ. ആൻഡ് ഇപ്പം അറ്റൻഡൻസിന്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് സീനാക്കിയിട്ടില്ല. എനിക്ക് പൊതുവെ അക്കാഡമിക്സിൽ മാർക്ക് കുറവായിരുന്നു, പക്ഷേ ദേ ഹാഡ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ മീ. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്കലി ഇത് രണ്ടുമാണ് കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യം. ആൻഡ് ഇപ്പൊ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ ഒരു കോളേജിലെ ക്ലബ്ബ് തുടങ്ങി. യൂഷ്വലി ഇപ്പൊ കുറെ ഇപ്പോഴും കുറെ ആൾക്കാർ ഇങ്ങനെ പറയണൊക്കെ പുതിയ ക്ലബ്ബ് വന്ന് തുടങ്ങുമ്പോൾ സീനിയേഴ്സ് വന്ന് ചോദിക്കാം എന്തിനാ റോൾ ഇറക്കുവാന്നൊക്കെ ആയിട്ട്. ബട്ട് അങ്ങനത്തെ ടോക്സിക് ബിഹേവിയർ ഒന്നും എനിക്ക് എന്റെ സീനിയേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ദേ ആർ ലൈക്ക് റിയലി സപ്പോർട്ടിങ്. അപ്പൊ അതൊക്കെ എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കരിയർ ഗ്രോ ചെയ്യുന്ന സമയത്തും IDCയിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്, നെറ്റക്സ് എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോ ഞാൻ പയ്യെ ക്യാമ്പസ് കമ്മ്യൂണിറ്റികളിൽ നിന്ന് വിട്ടിട്ട് പുറത്തോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ബട്ട് ആ ഒരു പോയിന്റ് വരെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയത് സീനിയേഴ്സും പിന്നെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കയ്യിലെണ്ണാൻ പറ്റുന്ന കുറച്ച് പ്രൊഫസേഴ്സും എല്ലാവരും ഉണ്ട്. മേസിലെ അഡ്വാൻറ്റേജസ് നീ പറഞ്ഞു, നീ പുറമെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ സ്റ്റിൽ ഇൻ ക്യാമ്പസ്. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ സ്റ്റിൽ ക്യാമ്പസിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് സേ ഫോർ എക്സാമ്പിൾ 2 to 3 കമ്മ്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ, ബേസിക്കലി പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോത്ത്, നീ എക്സ്പ്ലോർ ചെയ്തതുപോലെ സംബഡി ടു ബി പാർട്ട് ഓഫ് ദീസ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഐ തിങ്ക് ഒരു ബിഗിനർ ലെവലിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ജസ്റ്റ് ജോയിൻ എനി കമ്മ്യൂണിറ്റി. ഒരു ബിഗിനർ ലെവലിൽ, ബിക്കോസ് ഒരു ബിഗിനർ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ നടക്കുന്നതെന്നൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഓൾസോ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ത് ഡയറക്ഷനിലാകും. സോ ഇറ്റ്സ് ഓക്കെ ടു ജോയിൻ എനി കമ്മ്യൂണിറ്റി ദാറ്റ് യു ഫീൽ ഈസ് അപ്രോച്ചബിൾ. ചിലവർക്ക് IEEE ആയിരിക്കാം, ചിലവർക്ക് IDCകളായിരിക്കാം, മേ ബി ചിലവർക്ക് വേറെ ഏതെങ്കിലും ക്യാമ്പസിന് പുറത്തുള്ള കമ്മ്യൂണിറ്റീസ് ആയിരിക്കാം, തിങ്കർ ഹബ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു സിമിലർ പാഷനും മിഷനും അല്ലെങ്കിൽ സെയിം വൈബുള്ള കുറെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാൻ പറ്റുന്ന കമ്മ്യൂണിറ്റികളിൽ ആദ്യം ജോയിൻ ചെയ്യും. കാരണം ഒറ്റയ്ക്ക് പോരാടേണ്ട അല്ലെങ്കിൽ ഫിഗർ ഔട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും പീപ്പിൾ അറൌണ്ട് യു വിൽ ഹെൽപ്പ് യു ഗെറ്റ് പ്ലേസസ്. അപ്പം എനിത്തിങ് ഇസ് ഫൈൻ. വൺസ് യു റീച്ച് എ പോയിന്റ് വേർ യു തിങ്ക് you need to specialize in something or you need to focus on something, then dive into communities that can help you do that. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ വളരെ ലേറ്റ് ആയിട്ട് എത്തിയൊരു കമ്മ്യൂണിറ്റിയാണ് കേരള പ്രൊഡക്റ്റ് ഉണ്ട്. സോ ഐ തിങ്ക് കോളേജ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ അതിലേക്ക് കുറച്ച് ആക്റ്റീവ് ആയത്. സോ ഇപ്പൊ മേ ബി ലൈക്ക് ഇഫ് യു ലൈക്ക് ബിൽഡിംഗ് തിങ്സ്, ഇഫ് യു ലൈക്ക് ഡിസ്കസിങ് അബൌട്ട് companies, investment, startups, sales, Kerala KPS community is really good. It's one of the best. Pinna Thinker Hub, I think it's doing a lot of good activities. Students support. Pinna എപ്പോഴും കമ്മ്യൂണിറ്റീസ് തന്നെ വേണമെന്നില്ല, മേ ബി ജസ്റ്റ് ഫൈൻഡ് എ ബഞ്ച് ഓഫ് പീപ്പിൾ. ഇപ്പൊ എൻ്റെ കേസിൽ ടെക് ഇഷ്ടമാകുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടാകും. അതുൽ സിറേക്ക്, സുബിൻ, എബ്രഹാം, പിന്നെ അതുപോലെ ലൈക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് വരുമ്പോ യു ഗെറ്റ് കണക്റ്റഡ് ടു മോർ പീപ്പിൾ ഹു വൈബ് വിത്ത് യു. അങ്ങനെയാണ് ഞാൻ ആൻഡ്രൂവിനെ പരിചയപ്പെട്ടത്. സുബിൻ വഴിയാണ് ഞാൻ ആൻഡ്രൂവിനെ പരിചയപ്പെട്ടത്. ആൻഡ് ഇവൻച്വലി ദീസ് പീപ്പിൾ ബിക്കേം മൈ ക്ലോസ് ഫ്രണ്ട്സ്, റൂംമേറ്റ്സ്. അങ്ങനെ ലൈക്ക് യു ഫൗണ്ട് യുവർ പീപ്പിൾ. ബട്ട് യു ഡോണ്ട് നെസസറിലി നീഡ് എ പ്രോപ്പർ സ്ട്രക്ചേർഡ് കമ്മ്യൂണിറ്റി. You just need people who care about you and support you. I mean, that also helps. നീ ഇൻട്രസ്റ്റിംഗ്ലി ഷെയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഐ നോ ഫോർ എ ഫാക്ട്, ഇപ്പൊ നീ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഐദർ ഇൻബൗണ്ട് ആണ് അല്ലെങ്കിൽ വയ കോൾ റീച്ച് ഔട്ട് ആണ് നീ ലാൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ജോബും. സോ വെൻ യു ആർ കോൾ റീച്ചിങ് ഔട്ട് ടു എ പേഴ്സൺ, വാട്ട് ഈസ് ദ വേ യു ഡു ഇറ്റ്? എന്തായിരിക്കും നിന്റെ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരിക്കും നീ ആ ഒരു ആളിന്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നത്? Good question. So കോൾഡ് ഇമെയിൽ അല്ലെങ്കിൽ കോൾഡ് ഔട്ട് റീച്ച് ചെയ്യണ സമയത്ത് ചില സമയത്ത് കമ്പനികളിൽ റോൾസ് ഓൾറെഡി ഓപ്പൺ ആയിരിക്കാം, ചില സമയത്ത് ഓപ്പൺ ആയിരിക്കില്ല. ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് കുറെ കമ്പനികൾക്ക് ഞാൻ ടെംപ്ലേറ്റ് അയക്കുന്നു.
ദീസ് ആർ കമ്പനീസ് ആർ കിട്ടി ഇല്ലെങ്കിൽ വേണ്ട. IBM നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു APM ജോബ് വേണമായിരുന്നു. അപ്പൊ കുറെ കമ്പനികളിൽ ഞാൻ റാൻഡംലി ഓക്കെ ഇങ്ങനെ ഒരു പ്രൊഫൈൽ അയക്കും, കുറച്ച് ഇൻഫർമേഷൻ അയക്കും. ചിലപ്പോൾ അത് സ്പാം ആയിട്ട് തോന്നിയേക്കാം. ഞാൻ അധികം എഫേർട്ട് എടുത്തത് ലോ എഫേർട്ട് ഹൈ റിവാർഡ് അപ്രോച്ചിലാണ് ഞാൻ പോകുന്നത്. കിട്ടി. അപ്പൊ അങ്ങനെ കുറച്ച് കോളൊക്കെ കിട്ടും. ദാറ്റ്സ് അനദർ സ്റ്റോറി. ബട്ട് ദർ മൈറ്റ് ബി കമ്പനീസ് ദാറ്റ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ. മേ ബി 3 or 4 കമ്പനീസ് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. അങ്ങനത്തെ കമ്പനീസിൽ റിസർച്ച് എ ലോട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ് ദാറ്റ് ദേ ആർ ബിൽഡിംഗ്, റിസർച്ച് എ ലോട്ട് അബൌട്ട് ദ ഫൗണ്ടിങ് ടീം, റിസർച്ച് എ ലോട്ട് അബൌട്ട് വാട്ട് ദേ ആർ അപ് ടു. മേ ബി പുതിയ ന്യൂസ് ആർട്ടിക്കിൾസ് എന്തെങ്കിലും ഫോളോ ദർ ലിങ്ക്ഡിൻ, അണ്ടർസ്റ്റാൻഡ് ഹൂ ദേ ആർ ഇന്ററാക്ടിങ് വിത്ത്. അത്യാവശ്യം നല്ല രീതിക്ക് റിസർച്ച് ചെയ്യും. മേ ബി അന്നേരം ആയിരിക്കാം നമുക്ക് ഒരു കോമൺ ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കുറെ റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ജസ്റ്റ് സെൻഡ് emails plus LinkedIn usually work, but convey a fact that why you are interested in that specific product or working with that person. Find common factors. എന്നിട്ട് നമുക്ക് എന്ത് ലൈക്ക് എനിക്കൊരു ജോലി വേണമെന്നല്ല, നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മേ ബി എന്തെങ്കിലും കുറച്ച് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് സജസ്റ്റ് ചെയ്യാം. ലൈക്ക് ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ഹയറിങ് യുവർ സെൽഫ് ഫോർ ദ ജോബ്. ഇപ്പൊ ഞാൻ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ലൈക്ക് അറ്റ്ലീസ്റ്റ് തിങ്ക് ഫ്രം എ പെർസ്പെക്റ്റീവ് വാട്ട് ഐ വുഡ് ബി ഡൂയിങ് ദർ ഇഫ് ഐ എം വർക്കിംഗ് ദർ. അങ്ങനത്തെ മേ ബി കുറച്ച് പോയിന്റ്സ് അയക്കാം. End it with a note such that I'd love to have a conversation with you. ലൈക്ക് ബോൾ അവരുടെ കോട്ടിലേക്ക് കൊടുക്കാം. ലൈക്ക് എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് യു എന്നും പറഞ്ഞ അവസാനിപ്പിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുമില്ല. ബട്ട് ഇഫ് യു എൻഡ് ഇറ്റ് ലൈക്ക് I would love to have a conversation with you to learn more about what you do there. അങ്ങനത്തെ ഒരു ടോൺ അവസാനിച്ചാൽ there could be a tendency for them to reply back. So maximize the tendencies that you can get a reply back. ഒരു കോളി കയറി ഇരുത്താൻ പറ്റുന്ന രീതി വരെ നോക്കാം. ഇപ്പൊ എൻ്റെ വാഹനിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ സിഇഒക്ക് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ ഒരു ബ്ലൂ കോളർ സ്പേസ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു സൈഡ് പ്രൊജക്റ്റ് ഏതാണ്ട് വാസ് ഓറിയന്റഡ് ടുവേർഡ്സ് ദ ഹയറിംഗ് സ്പേസ്. ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പം ആ സ്റ്റോറി വെച്ചിട്ട് ഞാനൊരു കണക്റ്റഡ് പ്ലോട്ട് ഉണ്ടാക്കി. എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഹയറിംഗ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ. ആൻഡ് ഐ തിങ്ക് ഐ കുഡ് ഹെൽപ്പ് യു ഔട്ട് എ ലോട്ട്. ഐ വുഡ് ലവ് ടു ഡിസ്കസ് ഇഫ് ദർ ആർ എനി ഓപ്പർച്യൂണിറ്റീസ്. He got back to me saying that, okay, your resume looks good. I'll just forward to you that, sir. You should be getting an email sometime next week. So yeah, that's kind of like how I go about it. Do lots of research. Find factors that connect you with the founder or the hiring manager, because people love the fact that okay, this person is relatable. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, when people hire, they're looking for someone exactly like them. അപ്പോൾ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ you could maximize your probabilities of getting reply. ഇപ്പം നീ സൈഡ് പ്രൊജക്ട്സിന്റെ കേസ് പറഞ്ഞു, ആൻഡ് ഐ നോ ഫോർ യു ഡു എ ലോട്ട് ഓഫ് സൈഡ് പ്രൊജക്ട്സ്. സോ ഇപ്പോൾ റീസെന്റ് ചെയ്യുന്ന സൈഡ് പ്രൊജക്ട് സംതിങ് വെരി റിലേറ്റഡ് ടു ദ VC ഇക്കോസിസ്റ്റം, മിനിമം വയബിൾ. സോ മിനിമം വയബിൾ എന്താണ്, ഹൗ ഡിഡ് യു കെയിം അബൌട്ട് ദാറ്റ് ഐഡിയ ആൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ദർ എന്ന് പറയാം. സോ ഓക്കെ, സോ മിനിമം വയബിൾ ഞാനിപ്പോൾ ഒരു ഇറ്റ് വെന്റ് അബൌട്ട് ഒരു കപ്പിൾ ഓഫ് ഇറ്ററേഷൻസിൽ കൂടെ പോയി. ഇപ്പൊ ഞാൻ നോക്കുന്നത് just publish a list of startups every week, maybe like top 5 startups in a specific theme. ഒരു വീക്ക്ലി രീതിയിൽ പബ്ലിഷ് ചെയ്യാം. Bring relevant people to the website, founders, investors. എന്നിട്ട് I also write about venture capital topics so that I can attract founders. The goal is to make a matchmaking between founders and VCs. അപ്പം അത് ലൈക്ക് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ എം എക്സ്പെരിമെന്റിങ് വിത്ത്. കറന്റ് പ്രോസസ്സിൽ ഇപ്പൊ എൻ്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, ജസ്റ്റ് ക്യാൻ ഐ സ്കൗട്ട് റിയലി ഗുഡ് സ്റ്റാർട്ടപ്സ് ഫ്രം ഇന്ത്യ, സ്പെസിഫിക്കലി ഇൻ കേരള, founders or VCs in India, അല്ലെങ്കിൽ like who would be interested in those products. So ആ ഒരു സിംഗിൾ പ്രോബ്ലത്തേക്കൂടെ തുടങ്ങിയതാണ്. I mean long termൽ I want to be in the venture capital space. അതിനു വേണ്ടി തന്നെ ലൈക്ക് ഹയറിംഗ് മൈ സെൽഫ് ഫോർ ദ
ജോബ്. സോ സൈഡായിട്ട് KPH കേരള PH ന്റെ കൂടെ ഞാനത് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്സ് സ്കൗട്ട് ചെയ്യാൻ ഫിലിക്സും ഞാനും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ വി ആക്ച്വലി ലോഞ്ച്ഡ് എ സ്മോൾ form to collect information about startups or people who are building products in Kerala and investment, like അവിടുത്തെ ആംഗിൾ കുറച്ചിങ്ങനെ what support can we provide them എന്നുള്ള രീതിയിൽ. And if investment is one of them, can we connect them to an investor? So short-term goals, but it's connected to something that where I want to be in like 5 years or something. So അതിനു വേണ്ടിയുള്ള കുറച്ച് ഫൗണ്ടേഷണൽ വർക്കുകൾ, like hiring yourself for the job. അത് തന്നെ. And interestingly, you speak a lot about minimum viable processes. നീ ഒരുപാട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ മിനിമം വയബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ MVP എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് മിനിമം വയബിൾ പ്രോസസ്? It's pretty simple actually. See, the whole concept of a minimum viable product is to validate assumptions and hypotheses regarding your solutions and solution market fit. Now, there are certain times if the risk is high and അത്രയും എഫേർട്ട് എടുത്ത് വാലിഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ലെങ്കിൽ ക്യാൻ ഐ റൺ എ പ്രോസസ് ടു വാലിഡേറ്റ്. അപ്പൊ അന്നേരം ബിൽഡ് ഒന്നും ചെയ്യണ്ട. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയൊരു എക്സാമ്പിൾ ആണ്. ഞാൻ പ്രൊഡക്റ്റ് ഹണ്ടില് കോഫൗണ്ടർ മാച്ചിങ് വേണം എന്നുള്ളൊരു ഫീച്ചർ ഇങ്ങനെ എടുത്തിട്ട് ഐ വാസ് തിങ്കിങ് ഓക്കെ Kiran from a year ago or 2 years ago would be like we'll just build something, a hacky product, മാച്ച് മേക്കിങ്ങിന് അൽഗോരിതം ഒന്നും വേണ്ട, ഒരു കുഞ്ഞു കോഹോട്ട് എടുത്തിട്ട് നമുക്ക് തന്നെ മാനുവലി മാച്ച് മേക്കിംഗ് ചെയ്യാം, സീ ഹൗ ഇറ്റ് ഗോസ്, സീ ഹൗ വാട്ട് കൈൻഡ് ഓഫ് ലൈക്ക് കോൺവെർസേഷൻസ് കം ഔട്ട് ഫ്രം ദാറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു അപ്രോച്ചിലായിരിക്കും ഞാൻ ആലോചിക്കുന്നത് 2 years ago വേർഷനിൽ. ബട്ട് റൈറ്റ് നൗ വാട്ട് ഐ വുഡ് ഡു ഈസ് ഓക്കെ, എനിക്കൊരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബിൽഡ് സ്റ്റഫ്. സോ ഹൗ ഡു ഐ വാലിഡേറ്റ് ദ ഫാക്ട് ദാറ്റ് people are looking for co-founders to build something? റൺ എ മീറ്റപ്പ്. അവിടെ വരുന്ന ആൾക്കാരെ വെച്ചിട്ട് ഒരു സർവേ എടുക്കുക, ഇവിടെ എത്ര പേര് co-founderന് തപ്പി വന്നതാണ്. എന്നിട്ട് മീറ്റപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഡിഡ് യു ഫൈൻഡ് എ പേഴ്സൺ ഹൂ യു തിങ്ക് കുഡ് ബി എ co-founder? മേ ബി നമുക്ക് ഒരു ഇത് പ്രൊഡക്റ്റൈസ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിച്ച് ഇറ്റ് ദെയർ, ഗെറ്റ് ഫീഡ്ബാക്ക്. നൗ ദിസ് ഇവിടെ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ you are building distribution before you implement or ship something. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടാനും അതുപോലെ മാർക്കറ്റിലേക്ക് എത്തിക്കാനും റിലേറ്റീവ്ലി എളുപ്പമാണ്. ഡ്രോപ്പ് ബോക്സ് ഒരു സിമിലർ കാര്യം ചെയ്തത്. ഡ്രോപ്പ് ബോക്സിന്റെ മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോയാണ്. ഒരു വീഡിയോ പ്ലസ് ഒരു സൈൻ അപ്പ് ബട്ടൺ. ഇറ്റ്സ് എൻ്റെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്. യു പുട്ട് ഔട്ട് എ വീഡിയോ, യു റാൻ എ പ്രോസസ്, യു validated how many people would be interested in this. So you don't actually need to build anything to validate your hypothesis. So ആ ഒരു പ്രോസസ് റണ്ണിങ്ങിനെ ഞാനൊരു ടേം ആയിട്ട് വിളിച്ചു എന്നുള്ളൂ. ഇപ്പം നീ സംസാരിച്ചതിൽ തന്നെ ഒരുപാട് ആൾക്കാരെ നീ അഡ്മയർ ചെയ്യുന്നുണ്ട് ഫോർ ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ദേ ഡു. ഇഫ് ഐ ആസ്ക് യു ലൈക്ക് ഹു ആർ ദി ടോപ്പ് 3 or 4 people that you follow, മേ ബി ചിലപ്പോൾ അവരുടെ കോണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ദേ ഡു ഇൻ ദി പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സ്പേസ് അല്ലെങ്കിൽ VC സ്പേസ് എക്സെട്ര. നീ അഡ്മയർ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് പീപ്പിൾ ആരാണ്? സോ ഐ തിങ്ക് ഒരാളെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞു. ഐ തിങ്ക് ജെയ്സൺ ലെവിൻ, പ്രൊഡക്റ്റ് ഹണ്ടിന്റെ ഹെഡ് ഓഫ് Jason is a person that I look up to because he's a marketing/growth genius. പിന്നെ ലെന്നിനെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ലെന്നി creates really good content about product management, general organization things. ഒരു സ്റ്റാർട്ടപ്പ് പെർസ്പെക്റ്റീവ് എന്ന് കുറെ ഒപ്പീനിയൻസ് കൊണ്ടുവരാൻ പറയാറുണ്ട്. സോ അതിൽ ലാസ്റ്റ് ഡേ വന്നൊരു ഗസ്റ്റ് ഉണ്ട്, മിഹിക്കാസ് പോഡ്കാസ്റ്റ് വാസ് റിയലി ഗുഡ്. സോ ഞാൻ മിഹിക്കനെ പറ്റി അറിയുന്നത് ഈ ഇടയാണ്. ഞാൻ ഷീ സമൺ ഐ ഫോളോഡ് റീസെന്റ്. പിന്നെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആണ് എനിക്ക് കുറച്ചധികം താല്പര്യം. അപ്പം അതിൽ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം VC സ്പേസിലേക്കും കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ. ഓൾസോ റയൻ ഹൂവറിന്റെ ഒരു ഫണ്ട് ഉണ്ട്, വീക്കെൻഡ് ഫണ്ട് എന്നും പറഞ്ഞു. സോ അവിടെ റയന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് വേദിക. സോ വേദിക ഇസ് എ പേഴ്സൺ ദാറ്റ് ഐ ലുക്ക് അപ്പ് ടു എ ലോട്ട്. എനിക്ക് വേദികയുടെ ജേർണി കുറച്ച് റിലേറ്റ് ചെയ്യാൻ കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. ലൈക് ഷീ സ്റ്റാർട്ടഡ് ആസ് എ PM, I think it's Stripe, if
ഐ റിമെമ്പർ, ഐ എം നോട്ട് ഷുവർ, സ്ട്രൈപ്പ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആൻഡ് അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു. ഷീ ഐ തിങ്ക് ദെൻ ലോസ്റ്റ് ഹെർ H1B visa and had to resign or quit from there. എനിക്ക് ആ ഒരു ഫാക്ട് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ലൈക്ക് എൻ്റെ ഫസ്റ്റ് ജോബിൽ നിന്ന് ഐ ഗോട്ട് ലെയ്ഡ് ഓഫ് ആൻഡ് അവിടെ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. വേദിക സെക്കൻഡ് ജോബിലേക്ക് ഐ തിങ്ക് സെക്കൻഡ് ജോബ് ഐ തിങ്ക് UK ഒരു സ്റ്റാർട്ടപ്പിൽ കുറച്ചാൾ വർക്ക് ചെയ്തു. I think read about her journey. I'm not putting out accurate information, but there's a blog. Maybe link it to the chat here. Appo avada link ചെയ്താൽ you can learn about her. But she joined a startup then. എന്നിട്ട് she then met Ryan. Ryan ആ സമയത്ത് വീക്കെൻഡ് ഫണ്ട് തുടങ്ങുമായിരുന്നു. വീക്കെൻഡ് ഫണ്ട് തുടങ്ങിയ സമയത്ത് she met Ryan via a friend of a friend. ഞാൻ ഹോപ്സ് കോച്ചിൽ കയറുന്നതും I got referred by a friend, Andrew. റെഫർ ചെയ്തായിരുന്നു. അപ്പൊ ഭയങ്കര കുഞ്ഞു കുറച്ച് റിലേറ്റബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, വിച്ച് വാസ് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയത്. ഐ വാസ് സ്ലോലി ഫോളോയിങ് ഹർ ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് റീഡിങ് ഹർ കണ്ടന്റ്. ഷീ റൈറ്റ്സ് അബൌട്ട് വെഞ്ചർ ക്യാപിറ്റൽ, വിച്ച് ഇസ് എ സ്പേസ് ദാറ്റ് ഐ വാണ്ട് ടു ബ്രേക്ക് ഇൻ. ഷീസ് റിയലി നോളജബിൾ ഓൺ ദാറ്റ്. ഒരു ബ്ലോഗ് ഉണ്ട്, സിഗ്നേച്ചർ ബ്ലോഗ് എന്ന് പറയുന്നത്. അതില് കുറെ എന്തുകൊണ്ട് VC-കള് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ എഴുതാറുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി വേദികയുടെ ബ്ലോഗുകളിൽ നിന്നാണ് എനിക്ക് ഒരു സ്പെസിഫിക് ടേം കിട്ടിയത്, ഹയർ യുവർ സെൽഫ് ഫോർ ദ ജോബ്. ഐ വാസ് ഡൂയിങ് ദാറ്റ് വിതൗട്ട് ഈവൻ റിയലൈസിങ് ദാറ്റ് വാസ് എ തിങ്. അപ്പൊ അങ്ങനെയാണ് ആ ടേം അവിടെ നിന്ന് കിട്ടിയത്. ഇങ്ങനെ കുറെ വേദികയുടെ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കിയപ്പോ ഐ സ്റ്റാർട്ട് ഫോളോയിങ് ഹർ ഓൺ ട്വിറ്റർ ആൻഡ് ഷീ ഫോളോഡ് മീ ബാക്ക്. അതൊരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു. I was like, hey Vedika, thanks for writing content on Signature Block. It's really helping me understand about the venture space. And she was like, thanks for the kind feedback. So she's a person that I look up to because I feel relatable to some of the struggles that she had. She's already in the space that I want to break into. So she has already walked the path before me. Venture capital break in ചെയ്തത് VC investment memos എഴുതിയാണ്. ഷീ യൂസ് ടു റൈറ്റ് ഫാന്റസി ഇൻവെസ്റ്റ്മെന്റ് മെമോസ്. ആ ഒരു സിമിലർ അപ്രോച്ച് ആണ് ഞാൻ മിനിമം വൈബിളിൽ നോക്കുന്നത്. സ്കൗട്ടിംഗ് സ്റ്റാർട്ടപ്സ്. ഓൾസോ ഐ ബ്രേക്ക് ഡൗൺ ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ് ഇൻ ടു വൈ പീപ്പിൾ ഇൻവെസ്റ്റഡ് ഇൻ ദോസ് കമ്പനീസ്. സോ മിനിമം വൈബിളിൽ 2 സെക്ഷൻസ് ഉണ്ട്, സ്കൗട്ടും ഉണ്ട്, ഡീകോഡും ഉണ്ട്. സ്കൗട്ടിലായി സ്കൗട്ട് സ്റ്റാർട്ടപ്സ്, ഡീകോഡിലായി ബ്രേക്ക് ഡൗൺ ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ്. So yeah, she's a person that I look up to. I'm repeating that a lot, but yeah, fanboying. നീ ക്യാമ്പസിൽ അല്ലെങ്കിൽ കോളേജ് ടൈമിൽ യൂസ് ചെയ്ത മേ ബി ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രാക്ടീസ് ആയിരിക്കാം. യു ജസ്റ്റ് ഡിഡ് ഇറ്റ്. അന്ന് നിനക്കത് യൂസ്ഫുൾ ആയി തോന്നിയതുകൊണ്ട് നീ അത് ചെയ്തു, ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ബി സംതിങ് റിയലി യൂസ്ഫുൾ ഇൻ യുവർ പ്രൊഫഷണൽ കരിയർ. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? So എൻ്റെ പേഴ്സണൽ ലൈഫ് ആസ് ഇൻ റിയൽ ലൈഫ് ഫുള്ളി ഡിസോർഗനൈസ്ഡ് ആണ്. ആസ് ഇൻ എൻ്റെ റൂമിൽ ബുക്കുകൾ വലിച്ചു വാരിയിട്ടേക്കുന്നു, ബെഡിൽ നിന്ന് സാധനങ്ങൾ ടേബിളിലേക്ക് വെക്കുന്നു, ടേബിളിൽ നിന്ന് സാധനങ്ങൾ ബെഡിലേക്ക് വെക്കുന്നു. ആ ഒരു അപ്രോച്ചൊക്കെ ആയിരുന്നു കോളേജിൽ പഠിക്കൊണ്ടിരുന്ന സമയത്ത്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, ബട്ട് എൻ്റെ ഡിജിറ്റൽ ലൈഫ് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. എൻ്റെ ലാപ്ടോപ്പ് തുറന്നു നോക്കിയാൽ ഡെസ്ക്ടോപ്പ് ആക്ച്വലി ഫോൾഡറുകളൊന്നും കാണില്ല, കാണും, ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. എൻ്റെ കണ്ടന്റും കുറെ കാര്യങ്ങളെല്ലാം വളരെ ഓർഗനൈസ്. സോ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ നോഷൻ വളരെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. സോ എൻ്റെ കണ്ടന്റ് പൈപ്പ് ലൈൻ, തോട്ട് ഡംസ്, പീപ്പിൾ ഹു ഐ ഷുഡ് ബി ഇൻ കീപ്പിംഗ് ടച്ച് വിത്ത്, ഇതെല്ലാം ഞാൻ നോഷനിൽ പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യും. ആൻഡ് കോളേജിൽ പഠിക്കണ പോലെ ഞാൻ എൻ്റെ നോഷൻ പേജ് എപ്പോഴും സ്ട്രക്ചറൈസ് ചെയ്ത്. അത് ആക്ച്വലി പിന്നീട് വർക്കിൽ കയറിയപ്പോഴും എനിക്ക് ഉപകാരം. ജോലിക്ക് കയറിയ സമയത്ത് പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല, വർക്കിന്റെ കാര്യങ്ങൾ ആലോചിക്കണം. സോ ഇത് രണ്ടും എങ്ങനെ മൊത്തത്തിൽ മാനേജ് ചെയ്യും. സോ നോഷൻ ആണ് ഞാൻ കുറെ നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അൺടിൽ എമി വന്നു. എമി ഈസ് എ കലണ്ടറാണ്. അപ്പൊ പിന്നെ ഞാൻ ടു ഡൂസ് അല്ല, ഇപ്പൊ എമിയിലെ എന്റെ വർക്ക് കലണ്ടറും ഉണ്ട്, പേഴ്സണൽ കലണ്ടറും ഉണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാം കലണ്ടറിലേക്ക് ആഡ് ചെയ്തിരിക്കും. സോ ഇവൻച്വലി നോഷൻ ഉപയോഗിച്ച് തുടങ്ങിയ സംഭവം ഇപ്പൊ എല്ലാം ഞാൻ എന്റെ കലണ്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകയാണ്. സോ ചുരുക്കം പറഞ്ഞാൽ ഞാനിപ്പോ ടാസ്ക് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും കലണ്ടറിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ ഒരാളായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ കലണ്ടറിൽ ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, നാളെ ഇയാളെ
എറണാകുളത്ത് പോയി കാണണം, എല്ലാം കലണ്ടറിലാണ്. സോ ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്, ബട്ട് ഡിജിറ്റലി കുറെ കാര്യങ്ങൾ സ്ട്രക്ചറൈസ്ഡ് ആണ്. എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ഈ കുറെ നാൾ കലണ്ടർ ഉപയോഗിച്ച് ഇപ്പൊ ആരെങ്കിലും ഇൻ പേഴ്സൺ മീറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ട് വിത്ത് ലൊക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ഇന്ന സമയത്തുള്ളിൽ ഇന്ന സമയം ബ്ലോക്ക് ചെയ്തിടും. ഇസ് ദർ സംതിങ് ദാറ്റ് യു റീവിസിറ്റ് എ ലോട്ട് വെൻ യു ഫീൽ ഡൗൺ? മേ ബി അതൊരു ബുക്ക് ആയിരിക്കാം, മേ ബി an advice that a mentor gave you, something like that you revisit a lot. സോ എൻ്റെ IBMലെ മാനേജർ ഉണ്ടായിരുന്നു, അനാമിത ഗുഹ. ഷീ വർക്ക്സ് അറ്റ് ഫേസ്ബുക്ക് റൈറ്റ് നൗ. ഷീ ഹാസ് ബീൻ മെന്ററിങ് മീ ആൻഡ് എനിക്ക് തിങ്ക് ഐ നോൺ ഹർ സിൻസ് 2019. ഇപ്പോഴും നല്ല കോൺടാക്ട് ഉണ്ട്. ഷീസ് ബീൻ എ റിയലി ഗുഡ് മെന്റർ. എനിക്ക് ആള് തന്നൊരു അഡ്വൈസ് ഉണ്ട്. The path only becomes clearer as you move forward. Like it's a different version of light at the end of the tunnel. Like നടന്നുകൊണ്ടിരുന്നാലാണ് അപ്പുറം എത്തുള്ളൂ, അല്ലെങ്കിൽ ലൈറ്റ് കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ആണ്. സോ there are times when I feel stuck. Career perspective ആവാം, personal perspective ആവാം. Everyone gets stuck at some point in their life. The key to overcoming that is not losing momentum. Like എന്ത് കാര്യം വന്നാലും ജസ്റ്റ് മറ്റേ ഡോറി പറയുന്നത് just keep swimming. Eventually എങ്ങോട്ടാണോ പോകുന്നത്, like it becomes clearer. Just don't stay at the same place when you feel stuck. അപ്പൊ അത് ആക്ച്വലി ഒരു really solid advice ആണ്. ലൈക്ക് എന്ത് പ്രോബ്ലംസ് വന്നാലും ആ ഒരു തോട്ടിലേക്കാണ് എപ്പോഴും കുറെ കാര്യങ്ങൾ പോവാറ്. just keep the momentum. People who want to break into product management, ബ്രേക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്ന് എനിക്കറിയില്ല, ബട്ട് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു know more about product management, even though like ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആകണം എന്ന് നിർബന്ധമല്ല, പക്ഷെ ഈ ഒരു സ്പേസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു 3 source of knowledge സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു മിക്സ് ഓഫ് ബുക്സ് പ്ലസ് articles/blogs പിന്നെ കുറച്ച് വീഡിയോ കണ്ടന്റ് ആണ് ഞാൻ യൂഷ്വലി റെഫർ ചെയ്യാറ്. ബട്ട് a couple of people to follow would be ഒന്ന് മാർട്ടി കേഗൻ ആണ് സിലിക്കൺ വാലി പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അത് ലീഡ് ചെയ്യുന്നയാള്. സോ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് ടോപ്പ് PMs ഇൻ ദ സിലിക്കൺ വാലി ഇക്കോസിസ്റ്റം. ആളുടെ ഒരു ബുക്ക് ഉണ്ട്, ഇൻസ്പയർഡ് എന്ന് പറയുന്നത്. ആളുടെ കുറെ ബുക്സ് ഉണ്ട്, എംപവേർഡും പിന്നെ ലൗഡ്, ഈയിടെ പറഞ്ഞ ട്രാൻസ്ഫോംഡ് എന്ന് പറയുന്നത്. സോ ഹി റൈറ്റ്സ് എ ലോട്ട് അബൌട്ട് core product management plus talks a lot about organizational things. Silicon Valley Product Group is a really good blog out there where you get top-notch advice. Kore PM advice internet കാണാം, which are unnecessarily hyping up the role and ഒരു wrong direction aspiring PMs കൊടുക്കും, wrong expectations കൊടുക്കും. So Marty Kagan's advice is really like solid on to the point. പിന്നെ ഉള്ളത് ശ്രേയസ് ദോശി. ശ്രേയസിന്റെ സെയിം ട്വിറ്ററിൽ കുറെ പോസ്റ്റുകളുണ്ട്, ആളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആൾ ആക്ച്വലി ഇടയ്ക്ക് ഓൺലൈൻ മീറ്റിംഗ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, വേർ ഹി ജസ്റ്റ് ടോക്സ് ടു യു റിഗാർഡിങ് സം ഏരിയാസ് ഇൻ പ്രോഡക്റ്റ് മാനേജ്മെന്റ്. കുറച്ചും കൂടെ ആളുടെ ബേസിക് ലെവൽ അല്ല, ആളുടെ കുറച്ചും കൂടെ ഒരു മിഡ് ടു സീനിയർ ലെവൽ ഉള്ള ഒരു കണ്ടന്റ് ആണ്. ബട്ട് കയറി ഇരുന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, യു വിൽ ഗെറ്റ് എ sense of direction on how you want to go about in your career. Shreyas is a good person to follow. Marty and Shreyas are like the top level people that I follow. എല്ലാവർക്കും കൊടുക്കുന്ന അഡ്വൈസ്. പിന്നെ ലെന്നി ഉണ്ട്, ലെന്നിയുടെ പോഡ്കാസ്റ്റുകളും ന്യൂസ് ലെറ്ററുകളും കുറെ സ്റ്റോറീസും കുറെ അഡ്വൈസും കിട്ടും. പിന്നെ ആകാശ് ഗുപ്തയുണ്ട്, ആകാശ് ഗുപ്തയുടെ ഒരു പ്രൊഡക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ബ്ലോഗ്. അതിലാള് കുറെ പ്രൊഡക്റ്റ് ഗ്രോത്ത് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ പ്രൈസിങ് പ്ലാൻസ് അല്ലെങ്കിൽ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജീസ് അതിനെപ്പറ്റിയൊക്കെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. ദാറ്റ്സ് ഓൾസോ ലൈക്ക് റീഡിങ് കണ്ടന്റ് ആണ് ഞാൻ യൂഷ്വലി കൂടുതൽ നോക്കുന്നത്. പിന്നെ വീഡിയോ കണ്ടന്റ് ഉണ്ട്, വീഡിയോ യൂഷ്വലി ലെനിയുടെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഒരാളുണ്ടാകുന്നത് പെട്ടെന്ന് മനസ്സിലായി. ബട്ട് ദീസ് ആർ ജനറലി ദ കണ്ടന്റ് ഔട്ട് ദർ മറ്റേ ഫോളോ. പിന്നെ കുറെ ബുക്ക് ഞാൻ വായിക്കും. ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ ഒരു കാര്യം ദർ ഈസ്
നോ വൺ സോഴ്സ് ഓഫ് ട്രൂത്ത് അല്ല, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. കാരണം it's not actually one job that you collaborate with a lot of different stakeholders. Multiple functions of an organization ഒരു മിക്സ്ചർ ആണ് ഏതാണ്ട് പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. സോ യു നീഡ് ടു ലേൺ അബൌട്ട് സെയിൽസ്, യു നീഡ് ടു ലേൺ അബൌട്ട് റവന്യൂ, മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ്, യൂസർ എക്സ്പീരിയൻസ്, UI, ഇതെല്ലാം ഒരു സർഫസ് ലെവൽ നോളജ് വേണം അറ്റ്ലീസ്റ്റ് ഉള്ളത്. അപ്പൊ അതിൽ വേണ്ട കുറച്ച് ബുക്കുകൾ എന്ന് പറയുന്നത് ഹുഡ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട് നിറയാലിന്റെ. അതിൽ ടോക്സ് അബൌട്ട് ബിൽഡിംഗ് ഹാബിറ്റ് ഫോമിംഗ് പ്രോഡക്ട്സ്. കുറച്ചങ്ങനെ കൺസ്യൂമർ പ്രൊഡക്ട്സിനാണെന്ന് ബാധകം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ബട്ട് ദ നോളജ് കുഡ് ബി ട്രാൻസ്ലേറ്റഡ് ടു എനി അതർ ടൂൾസ്. പിന്നെ പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്തിന്റെ ഒരു ബുക്കുണ്ട്, വെൻ യു തിങ്ക് അബൌട്ട് അക്വയറിംഗ് യൂസേഴ്സ്, റീറ്റെയിനിങ് യൂസേഴ്സ്. മാർട്ടിക്കൈന്റെ എംപവേർഡ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതും നല്ലതാണ്. വർക്കിംഗ് ബാക്ക്വേർഡ്സ്, റിയലി സോളിഡ് ബുക്ക്. പിന്നെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അവരുടെ ഒരു ബുക്കുണ്ട് ഷേപ്പ് അപ്പ് എന്ന് പറയുന്നത്. അതിൽ കുറെ പ്രോജക്ട് മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് റിലേഷൻഷിപ്സിൽ വരുന്ന കുറെ പ്രോസസ്സുകളെ പറ്റി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ സോളിഡ് ബുക്ക്. ഐ തിങ്ക് കുറെ ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. സോ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. ബട്ട് there's like tons of content out there. One advice would be just don't follow some random people putting out advice, hyping up the road. ഈ റോളിന് കുറെ ഡൗൺ സൈഡ്സ് ഉണ്ട്, അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു ആസ്പയറിംഗ് പ്രൊഡക്റ്റ് മാനേജർ ആവുക. റോളിന്റെ ഹൈപ്പിനെ കുറിച്ച് ഞാൻ മെൻഷൻ നേരത്തെ ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ പാസ് ഔട്ട് ആവുന്ന ടൈം തൊട്ട് ഈ ഒരു ടൈം വരെയും വളരെ ഹൈപ്ഡ് ആയിട്ടുള്ള റോളാണ്. എസ്പെഷ്യലി ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഹൈപ്പ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഫ്റ്റർ പ്രൊഡക്റ്റ് ഫോക്സ് ഒക്കെ ഒത്തിരി ഫേമസ് ആയി തുടങ്ങിയതോടുകൂടിയിട്ട്. ആൻഡ് ദർ ഇസ് എ ഫേമസ് മീം, ഡിസൈനേഴ്സ് ഹു കാൻ ഡിസൈൻ ആൻഡ് ഡെവലപ്പേഴ്സ് ഹു കാൻ കോഡ് ബിക്കംസ് പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ട്. അതിൽ കുറെ സത്യമുണ്ട്, കുറെയൊക്കെ ഇൻസൈഡ് ഉള്ളവർക്ക് അറിയാം how it works. But yeah, I've seen a lot of fundamental question. If you want to break into product management, a fundamental question that you ask yourself should be, why do you want to break into product management? I don't like coding. It's a meh answer. Like, that's not a valid answer. Like, there should be more reasons. Like, find a better, like if you don't like coding, there's like tons of different options out there. So why do you want a career in product management is a question that you should answer yourself before becoming a product manager. and two more questions. One thing is, ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ മോസ്റ്റ്ലി ഏർലി കരിയർ പ്രൊഫഷണൽസും അതുപോലെ തന്നെ കോളേജിൽ തേർഡ് ഇയർ ഫോർത്ത് ഇയറിലെ സ്റ്റുഡൻസും ആയിരിക്കും. ആൻഡ് ഇഫ് യു ഹാഡ് വൺ അഡ്വൈസ് ഓർ സംതിങ് ദാറ്റ് യു റിയലൈസ്ഡ് ഇൻ യുവർ കരിയർ which you want to share to that previous self of yours in that case, എന്തായിരിക്കും? One solid advice would be meet and interact with a lot of people. Other online ആവാം, make friends online. I think that's a better way to put it. The Jason Levin's ഒരു പോസ്റ്റ് ഉണ്ട്, make friends online എന്നും പറഞ്ഞ്. So like what it boils down to is that ഞാൻ കോവിഡിന്റെ സമയത്താണ് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഞാൻ കുറച്ചിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ബട്ട് ഇതില് like one thing that I think I should have done more is that reaching out to a lot of people and meeting a lot of people online. I did not utilize that well during COVID times. So something that I think that I should have done more. So ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ അതെല്ലാം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഐ മെറ്റ്. ഇപ്പം IBM കയറിയ സമയത്താണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് പഠിച്ചു തുടങ്ങിയ സമയത്ത് അനാമിതയ്ക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് ഈ സബ്ജക്റ്റിനോട് താല്പര്യമുണ്ട്, ഞാൻ ലൈക്ക് എനി റിസോഴ്സസ് ടു പോയിന്റ് മീ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഷീ പോയിന്റഡ് മീ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഷീ സജസ്റ്റഡ് എ ഫ്യൂ റിസോഴ്സസ് ആൻഡ് ഇവൻച്വലി ഷീ ഹയർഡ് മീ. IBM ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പഠിച്ചു തുടങ്ങിയ സമയത്താണെങ്കിൽ തന്നെ ആ സമയത്ത് ഐ കുഡന്റ് ഫൈൻഡ് മച്ച് റിസോഴ്സസ്. എവിടെ എന്താ തുടങ്ങേണ്ടത്. IBM കോൾഡ് ഇമെയിൽ അയച്ചു. a person got back to me, പറഞ്ഞു ഓക്കെ ഇതൊക്കെയാണ് ഒരു റിസോഴ്സസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്, ട്രൈ ലേണിംഗ് ഫ്രം ദിസ്. ആൻഡ് ആളായിട്ട് കുറച്ചാള് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആൻഡ് ആളാണ് എനിക്ക് ക്വിസ്കിറ്റ് അഡ്വക്കേറ്റ്സിന്റെ ലിങ്ക് അയച്ചു തന്നത്. ആൻഡ് ദാറ്റ് ചേഞ്ച് മൈ ലൈഫ്.
ലൈക്ക് അവിടെ നിന്നാണ് എനിക്ക് ലൈക്ക് സം ഓഫ് മൈ ക്ലോസസ്റ്റ് മെന്റേഴ്സ് ആസ് ഇൻ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ലൈക്ക് ദർ റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ അതെല്ലാം എനിക്ക് IBM നിന്നാണ് കിട്ടിയത്. പിന്നെ ലൈക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ഇവന്റുകൾക്ക് പോവായിരുന്നു. ഇങ്ങനെ പോയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിനെ കണ്ടുപിടിച്ചത്. ലൈക്ക് മൈ പീപ്പിൾ. അതെല്ലാം എനിക്ക് കിട്ടിയത് എനിക്ക് കോളേജിൽ പഠിച്ചവരല്ല, എനിക്ക് കുറെ മറ്റ് കോളേജുകളിലുള്ളവരും ഓരോ ഇവന്റിന് പോയി കണ്ടവരാണ്. നിന്നെ തന്നെ ഐ തിങ്ക് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഐ തിങ്ക് നമ്മള് ഓൺലൈൻ ഐ തിങ്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഓൺലൈൻ ആണെന്നുണ്ടല്ലേ മീറ്റ് ചെയ്ത്. അപ്പം നൗ വി ആർ ടോക്കിംഗ് ഹിയർ. സോ അങ്ങനെ ലൈക്ക് മീറ്റിംഗ് പീപ്പിൾ ഐ ഫീൽ ഇറ്റ്സ് റിയലി അണ്ടർ റേറ്റഡ്. മീറ്റിംഗ് പീപ്പിൾ അല്ല, മേ ബി ലൈക്ക് building good relationships with people out there, like being good friends with people out there. I feel that's really underrated, and it's hard to make genuine friendships these days, but maximize that opportunities, because there are people who are willing to support you at literally all stages, like at least be a shoulder for you when you're down. ആ രീതിയിലും ഉള്ളവരുണ്ടാവാം. So that's one advice. And last question, typically productivity bullshit അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, but something, a productivity tip or something that really worked out for you personally that you follow nowadays. ഓക്കെ, ഇത് എത്ര പേർക്ക് ആപ്ലിക്കബിൾ ആവുമെന്ന് അറിയില്ല. ഇപ്പം എൻ്റെ കറന്റ് ജോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐ നീഡ് ടു ബാലൻസ് ബോത്ത് സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. അത് പ്രൊഡക്റ്റില് മാത്രമല്ല, കുറച്ച് മാർക്കറ്റിംഗ് കാര്യങ്ങളിലും ഓർഗനൈസേഷണൽ പ്രോസസ്സസ് കാര്യങ്ങളിലും പിന്നെ എല്ലാത്തിലും വരും. ബിക്കോസ് ഐ നീഡ് ടു സ്ട്രാറ്റജൈസ് ആൻഡ് എക്സിക്യൂട്ട് തിങ്സ്, വർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഹാസ് ബീൻ ഗെറ്റിംഗ് ഹാർഡർ ഫോർ മീ, ബിക്കോസ് ഇറ്റ്സ് ബീൻ ഒരു വൺ പേഴ്സൺ ട്രൈങ് ടു ഡു ഓൾ ഓഫ് ദിസ് ഇച്ചിരി പാടാണ്. സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവരി ഡേ ബിഫോർ ഐ സ്റ്റാർട്ട് മൈ വർക്ക്, ഞാനൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ലൈക്ക് ഐ റൈറ്റ് ഡൗൺ ദ ടോപ്പ് 3 things ദാറ്റ് ഐ ഷുഡ് ബി ഡൂയിങ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെങ്കിലും ഞാൻ നോക്കുള്ളൂ, ഇത് ഞാൻ തീർത്തിരിക്കും. സോ അങ്ങനെ ലൈക്ക് ടേക്കിംഗ് ഔട്ട് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ, ഐ തിങ്ക് അത് ഫോക്കസ്ഡ് ആവാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ടു പീപ്പിൾ. ലൈക്ക് ഇഫ് യു ഹാവ് എ പേഴ്സൺ ദാറ്റ് യു ആർ റിപ്പോർട്ടിംഗ് ടു, ആൻഡ് വർക്കിന്റെ കേസിൽ ഇഫ് യു ആർ റിപ്പോർട്ടിംഗ് ടു someone and that person assigns work to you, ഇത് അത്ര ഒരു നല്ല ടിപ്പ് ആവണമെന്നില്ല, ബിക്കോസ് യു ഹാവ് ക്ലാരിറ്റി ഓൺ വാട്ട് യു ഷുഡ് ബി ഡൂയിങ്. എന്റെ കേസിൽ സ്ട്രാറ്റജൈസിങ് ആൻഡ് എക്സിക്യൂഷൻ ലൈക്ക് ഇറ്റ് ഷുഡ് കം ഫ്രം മീ. അത് കാരണം ഈ ഒരു ടിപ്പ് ആക്ച്വലി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് മീ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് സ്പെസിഫിക് സ്കോപ്പ് വേർ ഐ എം വർക്കിംഗ് ഓൺ. താങ്ക് യു കിരൺ. അങ്ങനെ നമ്മൾ ക്യൂരിയസ് കഥകളുടെ ഫസ്റ്റ് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ഇറ്റ് വാസ് so happy to have you as a guest. A lot more people are following. ഇത് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫ്യൂ സാധനം പറയാനുള്ളത്, എന്തിന് ക്യൂരിയസ് കഥകൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോൾ നീ പറഞ്ഞതുപോലെ ഒരു മിനിമം വയബിൾ പ്രോസസ്സ് ഞാൻ ഇതിനും ഫോളോ ചെയ്തിരുന്നു. ഒരു ലൂം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ബേസിക്കലി ആൾക്കാരുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്റ്റോറീസ് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ആ സ്റ്റോറീസിന്റെ ഇടയിൽ നമ്മൾ കുറേ ഇൻഫർമേഷൻ നമ്മൾ അറിയാണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ നീയുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വി ടോക്ക്ഡ് അബൌട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ, എ ലോട്ട് ഓഫ് തിങ്സ് റിലേറ്റഡ് ടു പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. ഇത് ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് ഒരാൾ വൺ സൈഡ് ആയിട്ട് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. വേറെസ് ഇൻ ദാറ്റ് കോൺവെർസേഷൻ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതില് മലയാളികളിൽ തന്നെ ഒത്തിരി അടിപൊളി മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറെ ആൾക്കാരൊക്കെ പുറമേ ഉള്ളവരാണെങ്കിലും there are a lot of people who have ventured into unconventional career path, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക, അവരുടെ ജേർണീസ് ഷെയർ ചെയ്യുക, ആ സ്റ്റോറീസ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ക്യൂരിയസ് കഥകൾ കൊണ്ട് എൻ്റെ ഏറ്റവും എൻ്റെ എയിം അതായിരുന്നു. അപ്പൊ അതില് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് നീ പറഞ്ഞതുപോലെ എൻ്റെ സർക്കിളിലുള്ള ഫസ്റ്റ് ഡിഗ്രി കണക്ഷൻസ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവൻച്വലി
ഐ വാണ്ട് ടു ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ടാവും, എനിക്കറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇത് കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഐ ഹോപ്പ് ദിസ് ബ്രിങ്സ് വാല്യൂ ടു യു. എനിക്ക് ഈ കോൺവെർസേഷൻസിൽ നിന്ന് കിട്ടുന്ന വാല്യൂ മറ്റൊരാൾക്ക് ഒരു തേർഡ് പേഴ്സൺ ഇത് കേൾക്കുമ്പോഴും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ക്യൂരിയസ് കഥകൾ. സോ ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ എപ്പിസോഡ്.